ഹലോ ഗുഡ് ഈവനിങ് എവറി വൺ. എന്തൊക്കെയുണ്ട്? യൂണിക് ടോക്ക് 70 ഇന്ന് 70ാമത്തെ ആഴ്ചയാണ്. കുറേ പുതിയ പേരുകൾ കാണുന്നുണ്ട്. ഇത് നമ്മൾ എല്ലാ ശനിയാഴ്ചയും രാത്രി 8 മണിക്ക് ഫ്രീ ആയിട്ട് നടത്തുന്ന ഒരു സെഷനാണ് യൂണിക് ടോക്ക് എന്നില്ല. നമ്മളൊക്കെ ലൈഫിൽ ഹെൽത്ത്, വെൽത്ത്, കരിയർ, സ്പിരിച്വാലിറ്റി, റിലേഷൻഷിപ്പ് അങ്ങനെ നമ്മൾ എന്ന പേഴ്സണെ അടിപൊളിയാക്കാൻ ലൈഫിൻ്റെ എല്ലാ ഡയമെൻഷൻസിലേക്കും ഗ്രോത്തിനുള്ള കുറേ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്ത് പോകുന്നൊരു സെഷൻസാണ് ഇവിടെ ഉണ്ടാവാറില്ല. ഇങ്ങനെ അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് മെൻഷൻ ചെയ്തേനെ കേട്ടോ. അപ്പോൾ ഒന്ന് നമുക്ക് സെഷൻ എടുക്കുന്ന ഞാനോ അഫ്സൽ സാറോ ആരുമല്ല. പിന്നെ എൻ്റെ ശബ്ദം കേൾക്കാൻ ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. വോയിസ് അടഞ്ഞിട്ടുണ്ട് കുറച്ചധികം സംസാരിച്ചതിൻ്റെ പേരിൽ. കുഴപ്പമില്ല, അത് റെഡി ആയിക്കോളും പതിയെ. അപ്പോൾ ഒന്ന് നമ്മൾ സ്റ്റുഡൻ്റ് ആണ് ക്ലാസ് എടുക്കുന്നത്. അറിയുന്നുണ്ടാവും നിങ്ങളെപ്പോലെ ഇവിടെ ഒരു ഇങ്ങനെ ക്ലാസ്സൊക്കെ കേൾക്കാൻ വന്നിരുന്നിരുന്ന ഒരാളാണ് നമുക്കിന്ന് ക്ലാസ് എടുക്കാൻ പോകുന്നത്. ആളെ വീഡിയോ മോഡിൽ കണ്ടപ്പോഴും പിന്നെ ഇന്ന് പോസ്റ്ററിൽ ചിലർക്ക് അറിഞ്ഞിട്ടുണ്ടോ, റോഫ് എന്നുള്ളതാണ് പേര്. നമ്മൾ കണ്ടക്ട് ചെയ്യുന്നൊരു പ്രോഗ്രാം ഉണ്ട്, യുണീക്ക് എക്സ് എന്ന് പറഞ്ഞ 2 മാസമുള്ള ട്രെയിനേഴ്സ് ട്രെയിനിങ് പ്രോഗ്രാമാണ്. ഒഫീഷ്യലി സർട്ടിഫൈഡ് ആയി ട്രെയിനറായിട്ട് ഇറങ്ങുന്ന. അതിൻ്റെ ഒക്കെ മുന്നേ പറ്റുന്നവരൊക്കെ വീഡിയോ മോഡിൽ വരും കേട്ടോ. ഫസ്റ്റ് ലുക്കാനും റോഫ്സറെ മാത്രമാണ് എനിക്ക് കാണാൻ പറ്റുന്നത്. വേറെ എങ്കിലും യാത്രയിലോ തിരക്കിലോ ഒന്നും അല്ല എങ്കിൽ വന്നു കഴിഞ്ഞാൽ എന്തായാലും നമ്മളൊരു ടൈം ഇൻവെസ്റ്റ് ചെയ്യണം. അപ്പം അതിൻ്റെ 100% തന്നെ നമുക്ക് തിരിച്ചെടുക്കണമല്ലോ. ടൈം വേസ്റ്റ് ആയി പോരുതല്ലോ. അപ്പോൾ പറ്റുന്നവരൊക്കെ വീഡിയോ മോഡിൽ വരും കേട്ടോ. നമ്മളെല്ലാ സാറും ഓൾ ദി ബെസ്റ്റ് പറയുന്നുണ്ട് റോഫ് സാറിന്. അടിപൊളിയാവട്ടെ. പോകുന്നത് ടോപ്പിക് ഇന്ന് ആരെങ്കിലുമൊക്കെ നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നോ? നമ്മൾ കൊടുത്തിരുന്നത് വിശ്വാസവും കർമ്മവും എന്നുള്ളതാണ്. നമ്മളൊക്കെ എപ്പോഴും പലപ്പോഴും നമ്മളെ പോലും സംശയിക്കപ്പെടുന്ന രണ്ട് കാര്യങ്ങളാണ്. എനിക്ക് വിശ്വാസമുണ്ട്, തവക്കൽത്തും അല്ലല്ലോ. എന്ത് പറഞ്ഞാലും പറയും തവക്കൽത്തും അല്ലല്ലോ, പഠിച്ചവനൊക്കെ റെഡിയാക്കും. അത് കഴിഞ്ഞാൽ പറഞ്ഞൊരു മൊമെന്റിൽ നിന്ന് ഒരു 5 മിനിറ്റ് മാറിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സംശയത്തിലായിരിക്കും. ഇതിപ്പോ പഠിച്ചോ ശരിയാക്കോ? എന്നാലും പഠിച്ചോനൊക്കെ ഇത് ശരിയാക്കാരല്ലേ എന്നൊരു ഉറപ്പില്ലാത്ത വിശ്വാസം കൊണ്ട് മുന്നോട്ട് പോകുന്ന ആളുകളാണ് നമ്മളെല്ലാവരും. ഒരാളെ മാത്രം പറയുന്നില്ല കേട്ടോ, എല്ലാവരും മനുഷ്യരായതുകൊണ്ട് നമുക്കതിൽ ഫ്ലക്ച്വേഷൻസ് ഒക്കെ വരാറുണ്ട്. അതുപോലെയുള്ളതാണ് നമുക്കെല്ലാം. പിന്നെ പഠിച്ചോൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, പഠിച്ചോന്റെ പ്രവാചകാരെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ മൃഗങ്ങളെ അല്ലെങ്കിൽ പശുവിനൊക്കെ കെട്ടിയിട്ടിട്ട് വേണം തവക്കലത്ത് വലതാന്ന് പറയാൻ. അല്ലെങ്കിൽ നിങ്ങളെ സൈഡിൽ നിന്ന് ഒരു കോൺട്രിബ്യൂഷനും ഇല്ലാണ്ട് പഠിച്ചോനൊക്കെ ശരിയാക്കും എന്നുള്ള രീതിയിലും അല്ല. അപ്പോൾ നമുക്ക് ലൈഫിൽ ഭയങ്കര ആവശ്യമില്ല കണക്ട് ചെയ്യാൻ പറ്റുന്ന രണ്ട് കാര്യങ്ങളാണ് ഫെയ്ത്തും അതുപോലെ നമ്മൾ ആക്ഷനും എന്നില്ലേ. അപ്പം അതിനെക്കുറിച്ചാണ് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. റോഫ് സാറ് സ്പിരിച്വലിയും കുറച്ചും കൂടെ നമ്മളെ ഹാഫിൽ കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു മനുഷ്യനും കൂടിയാണ്. അപ്പോൾ ആ ഒരു കാര്യം കൂടെ, ഈ ഒരു ഫെയ്ത്ത് എന്നുള്ള കാര്യത്തിനെ കുറിച്ച് പറയാൻ, ചില വിഷയങ്ങൾ പറയാൻ ചില ആളുകൾ തന്നെയാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുമല്ലോ. അത് കൊണ്ട് നടക്കുന്ന വ്യക്തി ആയതുകൊണ്ട് ആൾക്ക് അത് ഏറ്റവും ബെസ്റ്റ് പ്രസന്റ് ചെയ്യാൻ പറ്റും. യു ക്യാൻ ഡു വെൽ ഇൻഷാല്ലാ. അപ്പോൾ നമുക്ക് വിത്ത് ഓൾ ആയിട്ട് ഗ്രാറ്റിറ്റ്യൂഡ്. അഫ്സൽ സാർ ഇല്ലാത്തതിൻ്റെ കുറവുണ്ടാവും, എന്നിരുന്നാലും കുഴപ്പമില്ല. സാറ് കുറച്ചൊരു വീട്ടിലെ ഫംഗ്ഷൻ്റെ തിരക്കിലായതുകൊണ്ടാണ്. നമ്മൾ റൌഫ് സാറെ ഇൻവൈറ്റ് ചെയ്യാണ്. കൂടെ നിങ്ങൾ ഓരോരുത്തരെയും ഇൻവൈറ്റ് ചെയ്യാണ്. ഒരു 8 മണി എന്നുള്ള സമയത്തിൽ ഇവിടെ നിന്ന് എന്തൊക്കെയോ കാര്യങ്ങൾ എനിക്ക് കിട്ടാനുണ്ട്. ആ ഒരു ലക്ഷ്യത്തിൽ ഷിബില മാം വീഡിയോ മോഡിൽ വന്നിട്ടുണ്ട്. താങ്ക് യു. വേറെ തിരക്കിലൊന്നും അല്ല എങ്കിലും വരും കേട്ടോ. നമ്മളൊക്കെ കുറേ സ്റ്റുഡൻസിനെ കാണുന്നുണ്ട്. ഖാദർ സാർ ഫസ്റ്റിലൊക്കെ പിന്നെ ഓൾറെഡി ഖാദർ വീഡിയോയിൽ ഓക്കെ ഓക്കെ അളവ് സലൂണിലാണല്ലേ, കുഴപ്പമില്ല. വേറെ പറ്റുന്നവരൊക്കെ വരും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശ്വാസവും കർമ്മവുമില്ലാണ്. അപ്പോൾ അതിന് ഏറ്റവും ബെസ്റ്റായി നിങ്ങൾക്ക് പ്രസൻറ്റ് ചെയ്യാൻ നമ്മളെ റൗസർ ഇൻവൈറ്റ് ചെയ്യാണ്. കൂടെ ഒരു 3 റൗസർ നമ്മൾ കുറേ സമയമായില്ല ഇൻവൈറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. എന്താ ചെയ്യാത്തതെന്നില്ലല്ലോ. നമ്മളൊരു 3 കാര്യം ഇപ്പോഴും പറയലുണ്ട്. ഒരു കുട്ടിയുടെ മൈൻഡ് സെറ്റോട് കൂടിയിട്ട് നമ്മളിവിടെ ഇരിക്കാൻ വേണ്ടി ശ്രമിക്കാം. എന്നാൽ മാത്രമേ ഇവിടെ പറയുന്ന കാര്യങ്ങൾ നമുക്ക് ഏറ്റവും ബെസ്റ്റായി കൊണ്ടുവരാനായാലും കാര്യങ്ങൾക്ക് പറ്റുള്ളൂ. ഒരു കുട്ടിയായിട്ടിരിക്കുക എപ്പോഴും ഞാൻ എല്ലാം അറിഞ്ഞ വ്യക്തിയാണ്, എനിക്ക് എല്ലാ കഴിവുണ്ട്, എനിക്ക് എല്ലാ നോളജും ഉണ്ട്, ആ ഒരു ബേസിൽ അല്ലാണ്ടിരിക്കുക. കാരണം ക്ലാസ് എടുക്കുന്ന ആളും നമ്മളെപ്പോലത്തെ ഒരാളാണ്. നമ്മളെപ്പോലെ പഠിച്ചു വന്നിട്ടില്ല, ഒരു പച്ചയായിട്ടുള്ള മനുഷ്യനാണ് സിമ്പിളായിട്ട് എല്ലാവരും. അപ്പം ആളെ പൂർണ്ണമായും ആ രീതിയിലേക്ക് മനസ്സിലാക്കുന്ന രീതിക്ക് എടുക്കാം. അപ്പം എല്ലാ സംഭവങ്ങളും ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും ഞാൻ കുറേ ചടിപ്പിക്കുന്നില്ല. റോഫ് സാർ ഇൻവൈറ്റ് ചെയ്യണം. വെൽക്കം സർ. ഓക്കെ, ഗുഡ് ഈവനിങ്. താങ്ക് യു മിസ്സിന. വളരെ വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു ഇൻവൈറ്റിംഗ് ആണ്. പിന്നെ എന്നെ ഇങ്ങനെ യുണീക്കിന്റെ ടോപ്പിലേക്ക് ക്ഷണിച്ചതിനും അഫ്സലിനോടും പിന്നെ അതേപോലെ മിസ്സിനോടൊക്കെ നന്ദിയുണ്ട്. പിന്നെ ഞാൻ ആദ്യം എന്നെ പരിചയപ്പെടുത്താം. എൻ്റെ പേര് അബ്ദുറൂഫ്. കോഴിക്കോട് കൊടുവള്ളിക്കടുത്ത് വെളിമണ്ണയാണ് സ്വദേശം. ഇപ്പോൾ ഇവിടെ ചെന്നൈയിലാണ് വർക്ക് ചെയ്യുന്നത്. ഇവിടെ HR കൺസൾട്ടിങ് ആണ്, പിന്നെ അതേപോലെ ഒരു മെൻറ്ററാണ്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോകുന്നുണ്ട്. പിന്നെ ഇവിടെ നമ്മുടെ നാട്ടിലെ ആരെങ്കിലും ഉണ്ടോ കൊടുവള്ളി ഭാഗത്തൊക്കെ ഉള്ള നമ്മുടെ ഓഡിയൻസിൽ? എന്തെങ്കിലും നിങ്ങളൊന്ന് ചാറ്റ് ബോക്സിൽ കമന്റ് ഇട്ടോ, ഞാൻ എന്തെങ്കിലും ചോദിക്കുമ്പോൾ ഒക്കെ.
പിന്നെ നമുക്ക് ഇപ്പൊ എനിക്ക് എൻ്റെ ലൈഫിലുണ്ടായ ചില കണക്ഷൻസ് വെച്ചാണ് ഞാൻ എന്താക്കുന്നത് സംസാരിക്കാൻ പോകുന്നത്. ഇപ്പൊ ഏകദേശം എല്ലാവർക്കും ലൈഫിൽ പല ഒരു ക്വസ്റ്റ്യൻ നമ്മൾ സ്റ്റക്ക് ആകുന്ന ഒരു സമയമുണ്ട്. ഇപ്പോൾ സ്വയം നമുക്ക് ഉണ്ടാകുന്ന ഒരു സ്റ്റെക്കാണ്. ഒന്നാമത്തെ കാര്യം എനിക്ക് ഉണ്ടായ ഫസ്റ്റ് സ്റ്റെക്ക് എന്താന്ന് വെച്ചാൽ, നമ്മളൊക്കെ നന്നായിട്ട് എന്താണ് നമ്മുടെ ആരാധന കർമ്മങ്ങൾ ചെയ്യും അല്ലെ. ഇപ്പൊ നിസ്കരിക്കുന്ന ആൾക്കാരുണ്ടാവും, പിന്നെ മറ്റു പലതും ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. എന്നാലും നമുക്കൊരു ഡൗട്ട് വരും, എന്താണ് എന്റെ കാര്യങ്ങൾ ശരിയാവാത്തത് എന്നുള്ള. മീൻസ് എന്റെ സൗണ്ട് കേൾക്കുന്നുണ്ടോ? ക്ലിയർ അല്ല? ഓക്കെ. എന്താണ് ശരിയാവാത്ത എന്നുള്ളൊരു ഡൗട്ട് വരും. എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. ഞാൻ എന്താ പറയുകയാണെങ്കിൽ, ഞാൻ നല്ല ഒരു ഓർത്തഡോക്സ് ഫാമിലിയിലായിരുന്നു. എല്ലാ ഭക്തും നിസ്കരിക്കും, പിന്നെ കാര്യങ്ങളൊക്കെ ചെയ്യും. നമ്മളധികം ഓവർ കച്ചറയൊന്നും കളിക്കില്ല. അപ്പൊ ഞാൻ നോക്കുമ്പോൾ ഉണ്ടാവും എന്റെ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല, അപ്പുറത്തെ വീട്ടിൽ എല്ലാം കളിക്കുന്ന ആളുകളുടെ കാര്യമൊക്കെ നടക്കുന്നുണ്ട്, എന്റെ ഒന്നുകൂടെ നടക്കുന്ന ഡൗട്ട് എനിക്ക് വന്നിട്ടുണ്ട്. പിന്നെ വേറൊരു ഡൗട്ട് വന്ന സമയമാണ് എന്തെന്ന് വെച്ചാല്, എന്തിന് ഞാൻ ഇവിടെ ജനിച്ചു എന്നുള്ളത്. എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്, എന്തൊക്കെയോ കളിക്കുന്നുണ്ട്, പക്ഷെ ഒന്നിനും എന്ത് കിട്ടുന്നില്ല, ഒരു ലക്ഷ്യം കിട്ടുന്നില്ല. വെറുതെ എന്തൊക്കെയോ ചെയ്തു പോകുന്നു, ഒരു ആൻസറബിൾ അല്ലാത്ത കാര്യം ചെയ്യുന്ന മാതിരി ഇങ്ങനെ ഒരു സ്റ്റെക്ക് വന്നിരുന്നു. അപ്പൊ ഇതിന് രണ്ടും കൂടി എനിക്ക് കിട്ടിയ ആൻസറാണ് നിങ്ങളോട് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇപ്പോ ഫസ്റ്റ് ഓഫ് ഓള്, നമ്മളെല്ലാവരും വിശ്വാസികളാണ് പല രീതിയിൽ കേട്ടോ. ചിലപ്പം ഏതെങ്കിലും ഒരു മതത്തിലായിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും പവറിലായിരിക്കാം. ഇനി ഇതൊന്നും ഇല്ലെങ്കിലും നമ്മൾ ഏതെങ്കിലും ഒരു നിമിഷത്തിൽ നമ്മൾ എന്താക്കാറുണ്ട്, ഏതൊരു വ്യക്തിയെങ്കിലും വിശ്വസിക്കാറുണ്ട്. ഇനി അതും ഇല്ലെങ്കിൽ നാളെ, ഇന്നിപ്പോ രാത്രിയാണ്, നാളെ രാവിലെയാവും എന്നുള്ള ഒരു വിശ്വാസം നമുക്കുണ്ട്. ഇങ്ങനെയുള്ള എന്തെങ്കിലും ഒരു ചെറിയ മൊമെന്റ് വിശ്വാസത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇപ്പൊ ഈ വിശ്വാസം എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ട്. ഈ വിശ്വാസം ചുരുക്കി പറഞ്ഞാൽ എന്താ പറയാ, ഇതിന്റെ ഒരു വേർഡ് പറയുകയാണെങ്കിൽ, നമ്മള് എന്താണ്, നമുക്ക് ലോജിക്കലി തെളിയിക്കാൻ പറ്റാത്ത, അതായത് കാണാൻ പറ്റാത്ത ഒരു കാര്യത്തെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ നമ്മൾ ഹൃദയത്തോട് അംഗീകരിക്കുക എന്നുള്ളതാണ്. ഇപ്പൊ നാളെ രാവിലെ ആകും എന്നുള്ളത് നമുക്കൊരിക്കലും ലോജിക്കലി തെളിയിക്കാൻ പറ്റത്തില്ല, പക്ഷെ നമുക്ക് അറിയാം അതാവും എന്നുള്ളത്. പക്ഷെ ഇത് എത്ര കാലം നമുക്ക് അനുഭവം ഉണ്ടത് രാവിലെ ആവും എന്നുള്ളത്. അതേമാതിരി നമുക്ക് ലൈഫിൽ എന്തെങ്കിലും ബന്ധങ്ങൾ ഉണ്ടെങ്കിൽ, രണ്ടാമത്തെ ഒരു വിശ്വാസം, വ്യക്തിയോട് ഒരു വിശ്വാസം ഉണ്ടാവും. നമുക്ക് നമ്മുടെ ലൈഫിൽ നമ്മുടെ പാർട്ണറോ മറ്റ് സൗഹൃദമായാലും എന്തെങ്കിലും ഒരു വിശ്വാസം ഉണ്ടാവും. അവനോടുള്ള വിശ്വാസം എങ്ങനെ നമുക്ക് കൂടാന്ന് വെച്ചാല്, നമുക്ക് അവനിൽ നിന്ന് കിട്ടുന്ന അനുഭവങ്ങൾ അനുസരിച്ചാണ്. ഇപ്പോ നമ്മോട് ആദ്യം നമ്മൾ ഡീലിങ് നടത്തൂല്ലേ. ഒരിക്കൽ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഒരാളെ നമ്മൾ ഏറ്റവും കൂടുതൽ നമുക്ക് വിശ്വാസം വരും എപ്പോന്ന് വെച്ചാൽ, ഒരു സുഹൃത്ത് ബന്ധം തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ അവരെ കൂടെ ഒന്നാമത് എന്താക്കണം, യാത്ര ചെയ്യണം, പിന്നെ അവരുടെ കൂടെ ഒരു ദിവസം കിടന്നുറങ്ങണം. എന്നാലൊക്കെ നമുക്ക് ഒരു വ്യക്തിനെ മനസ്സിലാവുന്നുള്ളത്. ഇത് എന്തിനാന്ന് വെച്ചാൽ, ഈ സമയത്തൊക്കെ അദ്ദേഹത്തിന്റെ അടുത്ത് നമുക്ക് കിട്ടുന്ന അനുഭവങ്ങൾ, ഈ സാധനമാണ് നമുക്ക് ഒരു വ്യക്തിയോട് വിശ്വാസം ഉണ്ടാക്കുന്നത്. പിന്നെ വേറൊരു വിശ്വാസമാണ് എന്ത്, ചില വസ്തുക്കളിൽ, ഇപ്പൊ വാഹനമായാലും ചിലർക്ക് വാഹനത്തിനോട് ഭയങ്കര ഒരു വിശ്വാസം ഉണ്ടാകും. അങ്ങനെ പല രീതിയിലുള്ളത്. പിന്നെ അടുത്തൊരു വിശ്വാസമാണ് നമ്മൾ ദൈവവിശ്വാസം എന്നൊക്കെ പറയുന്ന ഒരു പവർ. നമുക്ക് മുസ്ലിങ്ങളാണ്, അള്ളാഹുവിൽ വിശ്വസിക്കും, അങ്ങനെ പല പല പവറിലെ വിശ്വാസം. പക്ഷെ ഇതൊക്കെ ഉണ്ടാവുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് വിശ്വാസം ഉണ്ടാകുന്നത്? അനുഭവത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഈ രണ്ടു തരം വിശ്വാസം നമ്മൾ ഇടയിൽ ഉണ്ടാവുന്നത്, ഒന്ന് അന്ധവിശ്വാസം, പിന്നെ ഒന്ന് അറിഞ്ഞുകൊണ്ടുള്ള വിശ്വാസം. ഈ വിശ്വാസത്തിനെ ഒന്ന് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുക. എന്റെ ജീവിതത്തിൽ ഞാൻ ചെക്ക് ചെയ്ത കാര്യങ്ങളോട് പറയാൻ പോകുന്നത്. ഇനിയിപ്പോ നമ്മള് ഒരു പേഴ്സന്റെ കാര്യത്തിൽ എടുക്കുകയാണെങ്കിൽ, സ്വതവേ നമ്മൾ കാണാം, ഈ അടുത്ത് എനിക്കുണ്ടായ ഒരു അനുഭവമാണ്. എൻ്റെ ഒരു സുഹൃത്തായിട്ടുള്ള ഒരു പെൺകുട്ടി തന്നെ, ഒരു ഫാമിലി സുഹൃത്തായിട്ടുള്ള, കല്യാണം കഴിച്ചു. കല്യാണം കഴിക്കുന്നതിന് മുമ്പ് അവള് പറഞ്ഞു അവൻ ആൾ ഉഷാറാണ്, ഓക്കെയാണ്, സെറ്റാണ്, അവർ ഫാമിലി ഭയങ്കര സെറ്റപ്പാണ് എന്ന് പറഞ്ഞ് കല്യാണം കഴിച്ചു. കല്യാണം കഴിഞ്ഞ് ഒരു 3 ദിവസം കഴിയുമ്പോൾ അവന് ഇവളോട് പറയാണ് എന്ത്, എനിക്ക് നിന്നെ ഒരു ഭാര്യയായിട്ടൊന്നും കാണാൻ പറ്റില്ല, ഒരു ഗേൾ ഫ്രണ്ട് ആയിട്ട് മാത്രമേ കാണാൻ പറ്റൂ എന്നുള്ള സംസാരം. അങ്ങനെ ആ ബന്ധം ഡിവോഴ്സ് ആയി. അപ്പോൾ ഇത് എന്തുകൊണ്ട് സംഭവിച്ചെന്ന് വെച്ചാലുണ്ടല്ലോ, നമ്മള് ഈ ഞാൻ പറയുന്ന എൻ്റെ ഈ സുഹൃത്ത് അവനെ ബ്ലെയിം ചെയ്തുകൊണ്ടാണ് ഈ ഒരു സംഭവം ഉണ്ടായത്. ഒരിക്കലും അവനെ അറിയാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ എന്താവില്ലായിരുന്നു, ഇങ്ങനെ ഒരു സംഭവം സംഭവിക്കില്ലായിരുന്നു. ഇത് സംഭവിച്ചിട്ട് പറഞ്ഞിട്ട് കാര്യമല്ല. സ്വതവേ മനുഷ്യന്മാർക്കുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, മനുഷ്യന്മാർക്ക് വിശ്വസിക്കാനാണ് ഇഷ്ടം, അറിയാൻ വലിയ താല്പര്യമില്ല. അറിയാന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കേസാണ്. നമ്മളിപ്പോ ഒരു വ്യക്തിയെ കുറിച്ച് അറിയുകയാണെങ്കിൽ അദ്ദേഹത്തെ കുറിച്ച് നമ്മൾ അന്വേഷിക്കണം. ആഹ് അന്വേഷിച്ച് അദ്ദേഹത്തിന്റെ കാര്യങ്ങളൊക്കെ അറിഞ്ഞ് എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കേസാണ്. ആ സ്ഥാനത്ത് നമുക്ക് എന്താ, നമ്മുടെ ഉള്ളിൽ ഒരു വിശ്വാസം, എനിക്ക് നല്ലൊരാളെ കിട്ടും എന്നുവെച്ചാൽ നമ്മുടെ ഉള്ളിലുള്ള
ആഗ്രഹം, നമ്മൾ ആഗ്രഹത്തിനനുസരിച്ച് വിശ്വസിക്കുന്ന ആൾക്കാരാണ്. ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പൊ എനിക്ക് എന്നെ കുറിച്ച് എല്ലാവരും നല്ലത് പറയണം എന്നാണ് എൻ്റെ ആഗ്രഹം. ചുരുക്കി പറഞ്ഞാൽ എൻ്റെ യഥാർത്ഥ രൂപം ഒരിക്കലും നല്ലതായിരിക്കില്ല. എനിക്ക് ചില മോശവശങ്ങൾ ഉണ്ടാവും. ഒരാൾ എന്നോട് ഒരു മോശവശം പറയുമ്പോൾ ഞാൻ എന്താക്കൂല, ഒരിക്കലും അംഗീകരിക്കൂല. കാരണം എന്താ, എനിക്കിഷ്ടം എന്താ, എന്നെ കുറിച്ച് നല്ലത് കേൾക്കുക എന്നുള്ളതാ. ഈ മോശം പറയുമ്പോൾ ഞാൻ അത് കേൾക്കാൻ താല്പര്യപ്പെടൂല, എനിക്കത് ഇഷ്ടമില്ല. അതുകൊണ്ട് അതേമാതിരി നമ്മളെ ഏത് രീതിയിൽ വിശ്വസിക്കുന്ന കാര്യങ്ങളാണെങ്കിലും നമ്മൾ അത് അറിയാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് യാഥാർത്ഥ്യം ബോധ്യമാവും. യാഥാർത്ഥ്യം ബോധ്യമാവുമ്പോൾ അതിനെ നമ്മൾ വിശ്വസിക്കുമ്പോഴാണ് നമുക്ക് ആ വിശ്വാസം കൊണ്ട് ഗുണം ഉണ്ടാവുക. അത് ബന്ധത്തിലായാലും, ഇനി നമ്മൾ ഏത് ഒരു വസ്തു വാങ്ങുന്നതിലായാലും, ഇനി അത് ദൈവവിശ്വാസമായാലും. ഇപ്പൊ നിങ്ങളൊരു വാഹനം എടുക്കുന്നത്, അല്ലെങ്കിൽ എന്തൊരു സാധനം വാങ്ങുന്നത്, അപ്പുറത്തുള്ള ആൾ വാങ്ങിയിട്ടുണ്ട്. ഇപ്പൊ ഒരു നല്ല കാറ് വാങ്ങുന്നത്, നമ്മളെ സംബന്ധിച്ച് നല്ല കാറ് നാട്ടിലൊക്കെ പറയപ്പെടുന്നത് ഒരു എന്തെങ്കിലും ഒരു കാർ ഉണ്ടാവും, ഇപ്പൊ ഇന്നോവ ക്രിസ്റ്റ എന്നൊക്കെ പറയും. അതെന്തുകൊണ്ട് നല്ല കാറായി? പല ആളുകളും മറ്റുള്ളവർക്ക് എടുക്കുന്നൊരു നല്ല കാറാന്ന് പോലും പറയുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ എടുത്താൽ അതിൽ കാര്യമല്ല. നമ്മൾ അതിനെ കുറിച്ച് പഠിച്ച് അന്വേഷിച്ച് അതിന്റെ ഫീച്ചേഴ്സ് ഒക്കെ നോക്കി എടുക്കുകയാണെങ്കിൽ നമുക്ക് അതിനോട് ഉപകാരമുണ്ട്. ഇല്ലെങ്കിൽ നമ്മൾ ബ്ലെയിം ചെയ്തെടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ എടുത്തിട്ട് പറയും എന്ത്, വേണ്ടില്ലായിരുന്നു, വെറുതെ എടുത്ത് കുടുങ്ങി എന്ന് പറയും. ഇപ്പോ നമ്മുടെ ചുറ്റുവട്ടമൊക്കെ കണ്ടുവരുന്ന ഒരു സാധനമാണ് എന്ത്, ഇപ്പോ ഈ ജനറേഷനിലൊക്കെ കാണുന്നുണ്ട്, കുറ്റം പറയും. എന്തിനെ കുറ്റം പറയും? നമ്മൾ മതവിശ്വാസത്തിനെ കുറ്റം പറയും, ദൈവവിശ്വാസത്തെ. പല ആളുകൾക്കും ഇല്ല എന്നുള്ളതാണ്. എല്ലാവരും എത്തിസ്റ്റുകളായിട്ട് മാറുക എന്നുള്ളതാണ്. അതിന്റെ മെയിൻ റീസൺ ഇതാണ്. കാരണം എന്ന് വെച്ചാൽ, നമ്മൾ എന്തുകൊണ്ട് വിശ്വാസിയായി എന്നുള്ളൊരു ചോദ്യമുണ്ട്. എന്തുകൊണ്ട് വിശ്വാസിയായി? നമ്മളെ വീട്ടുകാരൊക്കെ മുസ്ലിം ആയതുകൊണ്ട്, അല്ലെങ്കിൽ ഇന്ന ആളായതുകൊണ്ട് നമ്മൾ അതായോ, അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും അതിനെ അറിയാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടോ എന്നുള്ളത്. അപ്പൊ നമുക്ക് ഇതിനൊന്ന് ചർച്ച ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് എന്താക്കാം, മുന്നോട്ട് ഇങ്ങനെ ചർച്ച ചെയ്യാം. അതില് ഫസ്റ്റ് കാര്യം, നമുക്ക് നമ്മുടെ പവർ എന്ന് പറയുന്ന ദൈവത്തെ അറിയാന്നുള്ളതാണ്. ഈ ദൈവത്തിനെ അറിയെങ്കിൽ നമ്മൾ എന്താന്നുള്ളത് നമ്മൾ അറിയണം. റിയലൈസേഷൻ ആണ് നമുക്ക് എന്താക്കുക, അനുഭവങ്ങളെ കൂട്ടിത്തരാം. അതിന് നമ്മൾ എന്താണെന്ന് അറിയണം. അതിന് നമ്മൾ അറിയാൻ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം, നമ്മൾ എന്തിന് ഇവിടെ വന്നു എന്നുള്ളതാണ്, ഭൂമിയിൽ വന്നു എന്നുള്ളതാണ്. ഇപ്പോ ഖുറാനിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. അതായത് ഈ ജിന്നിനെയും മനുഷ്യനെയും ഞാൻ എനിക്ക് ഇബാദത്ത് എടുക്കാൻ വേണ്ടിയാണ് സൃഷ്ടിച്ചതെന്നുള്ളത്. അപ്പൊ ഈ എന്താണ് ഇബാദത്ത് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. ഈ ഇബാദത്ത് എന്ന് പറയുന്നതിൽ മൂന്ന് കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന്, നമ്മൾ പടച്ചോനെ അറിയാന്നുള്ളതാണ്. ഈ പടച്ചോനെ എങ്ങനെയാണ് നമ്മൾ അറിയുക? ഇപ്പോ തേനീച്ച എന്ന് പറഞ്ഞൊരു ജീവി ഉണ്ടല്ലോ. എനിക്ക് ചെറുപ്പത്തിൽ തേനീച്ചനെ ഭയങ്കര പേടിയായിരുന്നു. കാരണം പേടി എന്താന്ന് വെച്ചാൽ, ഇത് കുത്തിയാൽ ഭയങ്കര വേദനയാണ്. ഇതാണ് നമുക്ക് അറിയുന്ന ഒരു കാര്യം. തേനീച്ച കുത്തും മാറി നിൽക്കുന്ന അറിയും വീട്ടുകാരൊക്കെ. അപ്പൊ തേനീച്ചനെ നമ്മൾ ഓടിക്കളിയും. പക്ഷെ തേനീച്ചനെ കുറിച്ച് പഠിക്കുമ്പോഴാണ് അറിയുന്നത് എന്ത്, തേനീച്ചനുള്ളിൽ ഒരു തേനുണ്ട്. ഈ തേന് ഭയങ്കര എന്താണ്, ഇത് ഭയങ്കര എന്താണ്, എല്ലാ രോഗത്തിനും എന്താണ് ഷിഫ ഉള്ള ഒരു സാധനമാണ് നമ്മൾ അറിയുന്നത്. ഇപ്പം പണ്ടൊക്കെ തേനീച്ചനെ കാണുമ്പോൾ ഓടുകയും ചെയ്യാം. ഇപ്പം തേനീച്ചനെ കാണുമ്പോൾ ഈ തേനീച്ച എവിടെ നിന്ന് വരുന്നത് നോക്കും, എന്തിന്, ഈ തേനെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മൾ അറിയുമ്പോൾ ഉണ്ടാകുന്ന വ്യത്യാസമാണത്. ആദ്യം നമ്മൾ അറിഞ്ഞൊരു കാര്യം എന്താന്ന് വെച്ചാൽ, എന്ത്, തേനീച്ച കുത്തുന്ന ജീവിയാണ്, പുറത്തുനിന്ന് പറഞ്ഞു തന്നിട്ട്. ഇപ്പൊ നമ്മൾ സ്വയം ശ്രമിക്കുമ്പോൾ, ഞാൻ സ്വയം ശ്രമിച്ചപ്പോൾ ഞാൻ അറിഞ്ഞ കാര്യമാണ് എന്ത്, തേനീച്ചയില് തേനി എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ട് എന്നുള്ളത്. അത് അറിയുമ്പം അതിൽ നിന്നുള്ള ഒരു എന്താ പറയാ, തേനി അത് നുകരാൻ പറ്റി. എന്താണത്? ഹലോ, ഓക്കെ. കണ്ടിന്യൂ ചെയ്തു. മിസ്സിന്റെ വോയിസ് ക്ലിയർ ആവുന്നില്ല. ഇല്ല, കണ്ടിന്യൂ ചെയ്തോളൂ, കുഴപ്പമില്ല. പറയാ ഒരു സ്പീക്ക് മൈക്ക് ആരതോ ഓണായി പോയതാന്ന് തോന്നുന്നു. ഓക്കെ, നിങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഒന്ന് ഇതിൽ വന്നാല് ചാറ്റ് ബോക്സിൽ ഇട്ടാൽ മതി. ഓക്കെ. ഇപ്പോ തേനീച്ച എന്ന് പറയുന്ന സാധനം ചെറിയൊരു ഉദാഹരണം പറഞ്ഞാണ് കേട്ടോ. ഇപ്പൊ നമ്മള് പഠിച്ചോനെ അറിയാന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട്. ഇതാണ് നമ്മുടെ ഈ ഭാഗത്ത് ഫസ്റ്റ് പെട്ട ഒരു സാധനം. എന്ത്, പഠിച്ചോനെ അറിയാം. ഇതെങ്ങനെയാണ് അറിയാ? ഇപ്പൊ നമ്മള് വെള്ളം കുടിക്കുന്നത് ഇല്ലേ, വെള്ളം കുടിക്കുന്ന സാധനം ഭൂമിയിലുള്ള ഒരു സാധനമാണ്. ഇപ്പൊ നമ്മൾ സാധാരണ ഡെയിലി വെള്ളം കുടിക്കാൻ, ഞാനും നമ്മളെല്ലാവരും വെള്ളം കുടിക്കാറുണ്ട്. എന്തിനാ, വെള്ളം കുടിച്ച് നമ്മളങ്ങ് പോവുകയാണ്. പക്ഷെ ഈ വെള്ളത്തിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാല്, ഈ വെള്ളത്തിനെ കുറിച്ച് നമ്മൾ പഠിക്കാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്, ഈ വെള്ളം എന്ന് പറയുന്ന സാധനം ഇല്ലാതെ നമുക്കൊരു 3 ദിവസത്തിൽ കൂടുതൽ ജീവിക്കാൻ പറ്റൂല. മനുഷ്യനും പറ്റൂല, ഭൂമിയിൽ സകല ജീവികളും ഇനി സകലതും ഈ വെള്ളത്തിന്റെ ഇതിലാണ് നിൽക്കുന്നത്. മരങ്ങളായാലും എന്തായാലും വെള്ളത്തിന്റെ അംശം ഉണ്ടായിട്ടാണ് നിൽക്കുന്നത്. ഈ വെള്ളം എവിടുന്ന് വരുന്നതാണ്?
പഠിച്ചവന് ആകാശത്ത് നിന്ന് തരുന്ന ഒരു സാധനമാണിത്. ഇപ്പോൾ നമ്മളെ ശരീരത്തിന് വെള്ളയിലാണ് നിൽക്കാൻ പറ്റൂല. ഇപ്പോൾ നമ്മൾ കുറേ ഇങ്ങനെ വർക്കൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ശരീരം നമുക്കൊരു മെസ്സേജ് തരില്ല, നമുക്ക് ദാഹിക്കുന്നുണ്ട് എന്നുള്ളത്. ഇപ്പോൾ സാധാരണ സ്വതവേ ഈഗോ ഉള്ള ആൾക്കാരെ കാണുന്നത് ഞാൻ പറയുന്ന കാര്യം നടക്കല്ല, എനിക്ക് എല്ലാത്തിനും കഴിയുന്നില്ല. ഈ ദാഹിക്കുന്ന സമയത്ത് ആർക്കെങ്കിലും മസിൽ പിടിച്ച് നിൽക്കാൻ പറ്റുമോ? എനിക്ക് വെള്ളമൊന്നും വേണ്ട, ഞാൻ ജീവിക്കുമെന്ന് ഏതൊരു മനുഷ്യനെ മസിൽ പിടിച്ച് ജീവിക്കാൻ പറയാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല. കാര്യം വെച്ചാൽ അവന്റെ ശരീരം അവർക്ക് മെസ്സേജ് കൊടുത്തു കഴിഞ്ഞ് ഈ വെള്ളം കുടിച്ചിട്ടില്ല എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പൊ നമ്മൾ വെള്ളം കുടിക്കും. ഈ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് സംഭവിക്കുന്ന ഒരു കാര്യമുണ്ട്. എന്താ സംഭവിക്കുക? ആ വെള്ളം ഉള്ളിലെത്തിയാൽ നമുക്ക് സംഭവിക്കുന്ന കാര്യം, നമ്മുടെ ദാഹം മാറും. ദാഹം മാറിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന അടുത്ത മെസ്സേജാണ്, അടുത്ത കാര്യമാണ്, ശരീരം എന്താകും എന്ന് വെച്ചാൽ ശാന്തമാകും. പിന്നെ നമുക്കൊരു ആശ്വാസം തോന്നും. ഈ വെള്ളം കുടിക്കുമ്പോൾ നമുക്ക് സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ഈ വെള്ളത്തിന് നമ്മൾ അറിഞ്ഞു കുടിക്കുമ്പോഴാണ് ഈ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. ഇതിൽ നിന്ന് തന്നെ നമുക്ക് പഠിച്ചോൻ അറിയാൻ പറ്റും. ഫസ്റ്റ് നമുക്ക് ദാഹം വരുമ്പോൾ നമ്മൾ എന്താക്കുന്നത്? എന്തുകൊണ്ട് നമുക്ക് ദാഹം വരുന്നത്? നമുക്ക് നമ്മുടെ ഈ സാധനം, ഈ ശരീരം മതിയാവാതെ മതിയാവുന്നില്ല ജീവിക്കാൻ. പുറത്തുനിന്ന് ഔട്ട്സൈഡിൽ നിന്ന് ഒരു സാധനം വേണം മുന്നോട്ട് ജീവിക്കാൻ. അത് വെള്ളം. വെള്ളം നമ്മൾ കുടിക്കുന്നത്, നമുക്ക് ഈ വെള്ളം എങ്ങനെ നമ്മൾ കുടിക്കുന്നത്? നമുക്കൊരു മെസ്സേജ് വരുന്നത്. ആര് മെസ്സേജ് തരുന്നത്? നമ്മുടെ ശരീരം മെസ്സേജ് തരുന്നത്. ഇതിനൊരിക്കലും നമുക്ക് മസിൽ പിടിച്ചിട്ട് വെക്കാൻ പറ്റുമോ? എനിക്ക് ദാഹിക്കുന്നു ഒരിക്കലും പറയാൻ പറ്റത്തില്ല. കാരണം വെച്ചാൽ അത് ഒരു യാഥാർത്ഥ്യമാണ്. ഇപ്പൊ നമ്മൾ വെള്ളം കുടിക്കും. ഈ വെള്ളം കുടിച്ചിട്ട് എന്ത് സംഭവിക്കുന്നത്? നമ്മൾ ചോദിക്കണം എന്താ സംഭവിക്കുന്നത്? നമ്മളെ ദാഹം മാറുന്നത്. ഈ ദാഹം എങ്ങനെ മാറുന്നത്? ഈ ദാഹം നമുക്കൊരു മെസ്സേജ് തരുന്നുണ്ട്. എന്ത്? നമ്മുടെ ഒരു ഈഗോ എന്ന് പറയുന്ന സാധനം അവിടെ വരികയാണെങ്കിൽ എന്ത് നമുക്ക് പറയാം? നമുക്ക് വെള്ളം വേണ്ട, ഞാൻ ഓക്കെ ആണ് എന്ന രീതിയിൽ നമുക്ക് മസിൽ പിടിച്ച് നിൽക്കാൻ പറ്റൂല. പക്ഷെ ദാഹം നമുക്ക് തരുന്ന മെസ്സേജ് ആണ്, നീ എന്താണ്? ആശ്രിതനാണെന്നുള്ളത്. നീ വെള്ളത്തിനെ ആശ്രയിച്ചാൽ മാത്രമേ നിനക്ക് ജീവിക്കാൻ പറ്റുന്നുള്ളത്. പിന്നെ വെള്ളം കുടിച്ച് കഴിഞ്ഞ് നമ്മുടെ ഉള്ളിൽ ദാഹം സൃഷ്ടിച്ച ആളാരാണ്? നമ്മൾ സ്വയം ഉണ്ടാക്കിയ സാധനമല്ലല്ലോ. നമ്മുടെ ഉള്ളിലൊരു ദാഹം വന്നാണല്ലോ. ഈ ദാഹം വന്നിട്ട് നമ്മുടെ എന്താണ്, ഈ ദാഹം മാറി ശരീരത്തിനൊരു ശാന്തത കിട്ടി. അതെങ്ങനെ കിട്ടി? ഈ കാര്യങ്ങളുണ്ട്. ഈ സംഗതി അറിഞ്ഞുകൊണ്ട് നമ്മൾ ചെയ്യുമ്പോൾ, ഇതാണ് മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്ന ഒരു സാധനം. ഇങ്ങനെ അറിഞ്ഞുകൊണ്ട് നമ്മൾ ചെയ്യുമ്പോൾ അതൊരു ഇബാദത്താവുന്നുണ്ട്. അല്ലാതെ നമ്മൾ ഇങ്ങനെ കുടിച്ചുകൊണ്ട് പോകുമ്പോൾ നമുക്കതൊരു ഇബാദത്താവില്ല. നമ്മൾ ഈ വെള്ളം കുടിക്കുന്നവരെ നമുക്ക് ഇബാദത്താണ്. നമ്മൾ അങ്ങനെ അറിഞ്ഞുകൊണ്ട് കുടിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ആദ്യം നമ്മുടെ പടച്ചോനെ ഓർത്ത് കുടിക്കും. അത് കഴിഞ്ഞിട്ട് ഈ പ്രോസസ്സ് മൊത്തം നമ്മൾ അറിയുന്നതാണ്. അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നന്ദി പറയും. ആ നന്ദിക്ക് കുറച്ച് മാധുര്യം ഉണ്ടാവും. അപ്പൊ നമ്മൾ ഓരോ നിമിഷവും നമ്മൾ നന്ദിയുള്ള ആളായി മാറും. എപ്പോഴും വെള്ളം കുടിക്കുമ്പോൾ, പിന്നെ അതല്ല, ജസ്റ്റ് ഉറങ്ങുന്ന സമയം, ഭക്ഷണം കഴിക്കുന്ന സമയം, ഈ സമയത്തൊക്കെ നമുക്ക് പടച്ചോനെ അറിയാൻ പറ്റും. പിന്നെ അടുത്തൊരു സാധനമാണ് എന്ത്? പടച്ചോനായിട്ടുള്ള ബന്ധം സ്ഥാപിക്കുക എന്നുള്ളത്. പടച്ചോനായിട്ട് ബന്ധം സ്ഥാപിക്കുക എന്ന് വെച്ചാല് എങ്ങനെയാന്ന് വെച്ചാൽ പറയാം, പടച്ചോന്റെ കുറെ ഗുണങ്ങളുണ്ട്. പടച്ചോൻ എന്ത്? സ്നേഹമുള്ളവനാണ്, കാരുണ്യമുള്ളവനാണ്, അങ്ങനെ കുറെ ഗുണങ്ങളുണ്ട്. ഈ ഗുണങ്ങളെ നമ്മൾ ഉണ്ടാവുക എന്നുള്ളതാണ്. ഇപ്പൊ ഞാനും നിങ്ങളും അടങ്ങുന്ന എല്ലാവരുടെ ഉള്ളിലും പടച്ചോന്റെ ഗുണങ്ങളുണ്ട്. 99 നിയമ പടച്ചോനുള്ളത്. അതിൽ എന്തെങ്കിലുമൊക്കെ ഗുണങ്ങൾ നമ്മുടെ ഉള്ളിൽ പടച്ചോൻ ഇട്ടിട്ടുണ്ട്. ചില ആളുകൾ ഇപ്പൊ ഇവിടെ അഫ്സലിനെ കുറച്ച് ഭയങ്കര കെയറിങ് ആണ് പറഞ്ഞിട്ടുണ്ടാവും. ഇപ്പൊ പുറത്തു കൊടുക്കുക എന്ന് പറയുന്ന ഒരു സാധനം ലൈഫിൽ നമുക്ക് ഉണ്ടാവേണ്ട ഏറ്റവും വലിയൊരു സാധനം പുറത്തു കൊടുക്കുക എന്നുള്ളത്. ഈ പുറത്തു കൊടുക്കുക എന്നുള്ള പഠിച്ചോണ്ട് ഏറ്റവും വലിയൊരു ഗുണമാണ്. അത് നമ്മളുള്ളിൽ വേണം. നമ്മളിങ്ങനെ ഏറ്റവും വലിയ നമുക്ക് നമ്മുടെ റിസ്ക് അല്ലെ ബർക്കത്ത് തടയപ്പെടുന്ന ഒരു സാധനം ഈ സാധനമാണ്, ഇത് ദേഷ്യം. ഈ ദേഷ്യം എന്ന് പറയുന്ന സാധനത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് വേറൊരാളോട് ദേഷ്യം ഉണ്ടാവുക. പക്ഷെ അയാളെ കാണുമ്പോൾ അല്ലെ അയാൾ നമ്മുടെ ചെയ്ത കാര്യത്തിലൊക്കെ ഈ ദേഷ്യം എന്ന് പറയുന്ന സാധനം ഭയങ്കര ഒരു തീയാണ്. ഈ തീ ഉള്ളത് നമ്മളുള്ളിലാണ്. നമ്മൾ ദേഷ്യം വെക്കുന്ന അയാളുടെ ആണെങ്കിലും ഈ തീ നമ്മളുള്ളിലുള്ളത്. അയാൾക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഇതും വെച്ച് നമ്മളെ സമാധാനം നഷ്ടപ്പെടുത്തുന്നത്. ഈ വെറുതെ ഞാൻ സമാധാനം നഷ്ടപ്പെടുത്തേണ്ട ആവശ്യമുണ്ടോ? അതങ്ങ് പുറത്തു കൊടുക്കുക. എന്നാൽ പിന്നെ നമുക്ക് എന്താക്കാൻ പറ്റും? നന്നായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ പുറത്തു കൊടുക്കുന്നതിന് ഭയങ്കര ഒരു മഹത്വമുണ്ട്. അതൊന്നുമില്ല, നിങ്ങൾ എന്ന് പുറത്തു കൊടുത്ത് തുടങ്ങിയ അന്ന് മുതൽ നമുക്ക് അനുഗ്രഹത്തിന്റെ വാതിൽ ഓപ്പൺ ആവും എന്നുള്ളതാണ്. പിന്നെ മൂന്നാമത് വേറൊരു കാര്യമാണ് എന്ത്? ഇബാദത്ത്പ്പെട്ട പടച്ചോൻ നമ്മളോട് പറഞ്ഞ രീതിയിൽ ജീവിക്കുക എന്നുള്ളത്. ഇവിടെ ഈ ഭൂമി ലോകത്ത് എല്ലാ വസ്തുക്കൾക്കും പടച്ചോൻ ഒരു ക്രമീകരണം കൊടുത്തിട്ടുണ്ട്. ഇപ്പോ ചെറിയൊരു എന്താ ചെറുപ്പത്തിൽ നമ്മളൊക്കെ ഞാൻ കേട്ടൊരു ഇത് പറയുന്നത്, നമ്മളെ വീട്ടില് ചിലന്തി വല കെട്ടും. ഇവിടെ വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് പറയുന്നത്,
ചിലന്തി വല കെട്ടിയിട്ട് ദാരിദ്ര്യം ഉണ്ട് എന്ന് പറയും. ചിലന്തി വല കെട്ടിയ ദാരിദ്ര്യം എന്ന് പറയും അല്ലെ. അതൊരു ചിലന്തിനെ വല കണ്ട ദാരിദ്ര്യം വരും എന്നത് അന്ധവിശ്വാസമാണ്. അത് നമ്മൾ അറിയാൻ ശ്രമിക്കുമ്പോൾ ഇതിന്റെ ഇടയിൽ കയറി പറയാട്ടോ, അറിയാൻ ശ്രമിക്കാൻ എന്താ സംഭവിക്കാന്ന് വെച്ചാൽ ചിലന്തി എങ്ങനത്തെ സ്ഥലത്താണ് വല കെട്ടുക എന്നറിയോ? വൃത്തിയില്ലാത്ത സ്ഥലത്താണ് ചിലന്തി വല കെട്ടുക. അതായത് അതായത് നമ്മള് ഒരു ഓക്കെ പോട്ടെ, നമ്മള് ഒരു പ്രൊഡക്ടിവിറ്റി ഉള്ള ആളാവുമ്പോഴാണ് നമുക്ക് എന്തുണ്ടാവുക വെച്ചാല് ബറക്കത്ത് ഉണ്ടാവുക. നമ്മൾ പ്രൊഡക്ടിവിറ്റി ഇല്ലാതെ നമ്മൾ എന്തെങ്കിലും ഡിപ്രഷനൊക്കെ സംഭവിക്കുന്ന സമയത്ത് നമ്മൾ ഈ പ്രൊഡക്ടിവിറ്റി കുറഞ്ഞു പോയിട്ട് നമ്മൾ നമ്മളെ തന്നെ ശ്രദ്ധിക്കാത്ത അവസ്ഥയിൽ വരും. അപ്പൊ നമ്മൾ ഫുള്ള് എന്താക്കും, റൂമൊക്കെ ഭയങ്കരമായിട്ട് മോശമാക്കിയിടും. ആ സമയത്താണ് ഈ ചിലന്തികളും മറ്റും പൊടിപടലം വന്നാണ് ഈ റൂമിലൊക്കെ ചിലന്തി വല കിട്ടുക. ഈ പ്രൊഡക്ടിവിറ്റി ഉള്ള ആൾ ഒരിക്കലും എന്താക്കൂല, എപ്പോഴും റൂം വൃത്തിയാക്കും. ഈ ചിലന്തി വന്നാൽ നമുക്ക് കിട്ടുന്ന മെസ്സേജ് എന്താന്ന് വെച്ചാല് ദാരിദ്ര്യത്തിന്റെ മെസ്സേജ് അല്ല. എന്താ മെസ്സേജ് വെച്ചാൽ നമ്മള് സ്വബോധത്തിലല്ല, നമ്മൾ അശ്രദ്ധനായിട്ടാണ് ജീവിക്കുന്ന മെസ്സേജ് നമുക്ക് ഉള്ളിൽ വരുന്നത്. ഈ ഉള്ളിൽ വരുമ്പോൾ ഈ ചിലന്തിനെ കാണുമ്പോൾ നമുക്ക് ഓർമ്മ വരേണ്ട കാര്യം എന്താ, ഞാൻ അശ്രദ്ധനായിട്ടാണ് ജീവിക്കുന്നത്, അതുകൊണ്ട് ഒന്നുകൂടെ ഒന്ന് ശ്രദ്ധിക്കാനുണ്ട് എന്നുള്ള ഒരു മെസ്സേജാണ് നമുക്ക് വരേണ്ടത്. ഇതാണ് അറിവ് എന്ന് പറയുന്ന സാധനം, അറിയാന്നുള്ള സാധനം. ഇപ്പോ ഈ ചിലന്തി അല്ലേ, ഈ ചിലന്തിക്കുള്ള കാര്യമാണ് ചിലന്തി ചെയ്യുന്നത്. എന്ത്, പൊടിയുള്ള സ്ഥലത്തൊക്കെ പോയിട്ട് മൂപ്പര് എന്താക്കും, വൃത്തിയുള്ള സ്ഥലത്തൊക്കെ ചിലന്തി വല കിട്ടും. അതേപോലെ വേറൊരു ജീവി ഉണ്ട് കാണാം നമുക്ക്, നമ്മുടെ ഈ മഴപ്പാറ്റ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട്. ഈ മഴപ്പാറ്റന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാല് ഈ ഇതിനെ അമ്മ ഒരു സമയത്ത് തന്നെ കുറേ പാറ്റകളെ ഇങ്ങനെ മുട്ടയിടുന്ന, അല്ല പ്രസവിക്കുന്ന കുറേ പാറ്റകൾ പ്രസവിക്കും. എന്നിട്ട് ഈ പാറ്റകൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ എല്ലാ സ്ഥലത്തും ഇങ്ങനെ കറങ്ങി ഈ പാറ്റകൾ ഇങ്ങനെ കറങ്ങി നടന്ന് എത്രയോ ദിനം പ്രസവിച്ചതിന് ശേഷം ഈ കുട്ടികളെല്ലാവരും എന്ത് ചെയ്യുന്ന വെച്ചാൽ ഈ അമ്മേനെ വന്ന് ഭക്ഷിക്കുന്നതാണ്. എന്ന് വെച്ചാൽ നമ്മളൊരു ലോജിക്കിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ കുട്ടികൾ അമ്മേനെ തിന്നുക എന്നത് വലിയൊരു പ്രശ്നമാണ്. പക്ഷെ പടച്ചോൻ അതിന്റെ ഒരു സ്ട്രക്ചർ അങ്ങനെ ഉണ്ടാക്കിയത്, അതിനതാ മാർഗം കൊടുത്തത്. പിന്നെ വേറെന്താണ്, പല ജീവികൾ എടുത്താലും ഇപ്പൊ നമുക്ക് ഓർമ്മ വരുന്നില്ല, പല ജീവികൾക്കും പടച്ചോൻ അങ്ങനെ ഒരു സ്ട്രക്ചർ കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ തന്നെ തേനീച്ചന്റെ കാര്യത്തിലാണ്, തേനീച്ചന്റെ കാഷ്ടം എന്ന് പറയുന്ന ഇതല്ല നമ്മൾ ഔഷധമായിട്ടുള്ളത്, അതങ്ങനെ അതിന്റെ സ്ട്രക്ചർ. അതേപോലെ മനുഷ്യന് പഠിച്ചാൻ കൊടുത്തൊരു സ്ട്രക്ചറാണ് എങ്ങനെ ജീവിക്കാൻ എന്നുള്ള സ്ട്രക്ചറാണ് എന്ത്, ഖുറാൻ എന്ന് പറയുന്ന ഒരു സാധനം. ഈ ഖുറാനിൽ എന്താ നമ്മൾ പറയുന്ന കാര്യം, നിങ്ങൾ അതായത് സൃഷ്ടാവും പിന്നെ അടിമയും തമ്മിലുള്ള ബന്ധം എന്താന്നുള്ളത്. രണ്ടാമത് നിങ്ങൾ എന്ത് ചെയ്യണം എന്ത് ചെയ്യരുത്. പിന്നെ ഈ ഭൂമി ലോകത്തുള്ള ജീവിതം, ശാശ്വതമായ ജീവിതം, ഈ ഭൂമി, ഈ ദുനിയാവ് എന്ന സാധനം എന്താണ്, ഇത് നിങ്ങൾക്കൊരു പരിശീലനമാണ്. ഇതെല്ലാം ഖുർആനിൽ പറയുന്നുണ്ട്. നമ്മൾ എങ്ങനെ ജീവിക്കണം, എന്ത് ചെയ്യരുത്, എന്ത് ചെയ്യണം, ഒരു ധനം എങ്ങനെ ചെലവഴിക്കണം, എങ്ങനെ ചെലവഴിക്കരുത്, ആളോട് എങ്ങനെ പെരുമാറരുത്, ഇത് മൊത്തം ഖുർആനിൽ പറയുന്നുണ്ട്. ഈ ഖുർആന്റെ കണ്ടീഷൻ അനുസരിച്ചാണ് നമുക്ക് കിട്ടിയ നിർദ്ദേശം, അതനുസരിച്ചാണ് നമ്മൾ ജീവിക്കുകയും ചെയ്യേണ്ടത്. ഇതാണ് എന്ത് മാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ എന്ന് പറയുന്നത്. പക്ഷെ നമ്മളൊക്കെ എന്താന്ന് വെച്ചാണ്ടല്ലോ, നമ്മൾ നിസ്കരിക്കും എന്തിനു വേണ്ടിയിട്ട്, കൂലി കിട്ടാൻ വേണ്ടിയിട്ട്. ആർക്ക് കൂലി കിട്ടാൻ വേണ്ടിയിട്ട്? നമുക്ക് കൂലി കിട്ടാൻ വേണ്ടിയിട്ട്. നോമ്പ് നോക്കും എന്തിനു വേണ്ടിയിട്ട്? കൂലി കിട്ടാൻ വേണ്ടി. ആർക്ക്? നമുക്ക്. ഭയങ്കര സെൽഫിഷ്നെസ് ആണ് മനുഷ്യന്മാര്, നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ പടച്ചവന് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല. നമ്മള് ഇപ്പൊ ഞാൻ പറഞ്ഞ മാതിരി ഓരോ കാര്യങ്ങളും, ഇപ്പൊ വെള്ളം കുടിക്കുന്നവരെ നമ്മൾ ഇബാദത്ത് പറഞ്ഞത്, ഒരു ബന്ധം ശക്തിപ്പെടുത്തുന്ന ഒരു സാധനമാണ്. നമ്മുടെ ഇബാദത്ത് എന്ന് പറയുന്നത് നമ്മുടെ പ്രവർത്തനങ്ങളാണ്. ഓരോ സമയത്തും നമ്മൾ പ്രവർത്തിക്കുന്നത്, ഈ പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുമ്പോഴാണ് നമ്മൾ മെച്ചപ്പെടുന്നത്. സാധാരണ എന്താ ആൾക്കാർ ചെയ്യാല്, നിസ്കരിച്ചിട്ട് എന്താക്കും വെച്ചാൽ വീട്ടിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കും, അല്ലെങ്കിൽ ഇപ്പുറത്ത് പോയിട്ട് പലതും പറയും. നിസ്കരിച്ച് പായി മടക്കി വെച്ച് ഉടനെ തന്നെ വന്നിട്ട് ഇപ്പുറത്ത് എന്ത് പറയുന്നുണ്ട്, ഈപത്ത് പറയുന്നുണ്ടാവും, മറ്റുള്ള കുറ്റം പറയും, പരിദൂഷണം പറയും. ഒരു മനുഷ്യൻ മനസ്സറിഞ്ഞ് നിസ്കരിക്കുകയാണെങ്കിൽ അവൻ നമ്മുടെ നിസ്കരിത്തിന്റെ ഇടയിലെ ഇരുത്തത്തിൽ നമ്മൾ പറയുന്നത് റബ്ബി ഗ്ഫിർലി എന്ന് പറയൂല, എനിക്ക് നീ പുറത്തു തരണേ എന്നുള്ളത്. വറഹംനില, കരുണ്യം ചെയ്യണേ, വജിബുർണി, എന്റെ കുറവുകൾ നികത്തി തരണേ എന്നുള്ള ഈ റബ്ബി ഗ്ഫിർലി എന്ന് മനസ്സറിഞ്ഞ് പറഞ്ഞ ഒരു ചങ്ങായി 5 നേരം നിസ്കരിക്കുന്ന ഒരാൾ ഒരു ദിവസം ഒരാളെ കുറ്റം പറയും തോന്നുന്നുണ്ടോ? അല്ല എന്തെങ്കിലും തെറ്റ് ചെയ്യുന്നു പറയും തോന്നുന്നുണ്ടോ? കാരണം എന്താ, നമ്മൾ നിസ്കരിക്കുന്നത് എന്തിനാ? അറിഞ്ഞുകൊണ്ടല്ല നിസ്കരിക്കുന്നത്. നമ്മൾ നിസ്കരിക്കുന്നത് നമുക്ക് കൂലി കിട്ടാൻ വേണ്ടിയിട്ടാ. നമുക്ക് ഇവിടെ ദുനിയാവ് ഓൾറെഡി നമ്മൾ കച്ചറ കളിക്കുന്നുണ്ട്, ഇനി അവിടെ പോയിട്ട് എന്താക്കണം, അവിടെ രക്ഷപ്പെടണം, നമുക്ക് അവിടെ നന്നായി ജീവിക്കണം എന്നുള്ള നമ്മളൊരു സ്വാർത്ഥതയുണ്ട്. ഈ സ്വാർത്ഥതയാണ്
നമ്മളുള്ളിൽ ഈ രീതിയിൽ ഇബാദത്ത് ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ഒരു സാധനം. ഇനി രണ്ടാമത്തെ ഒരു കാര്യം പറയുന്നത്, അള്ളാഹ് നമ്മളെ ഭൂമിയിലോട്ട് അയച്ച വേറൊരു കാര്യമാണ്, ഇന്നി ജാഇലുൻ ഫിൽ അർളി ഖലീഫ എന്ന്. നമ്മളൊക്കെ ഒരു പ്രതിനിധിയായിട്ടാണ് ഭൂമിയിലോട്ട് അയച്ചത്. ഈ പ്രതിനിധിയുടെ കാര്യങ്ങൾ, ഭൂമി ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണ്? ഒന്ന്, നീതി കാണിക്കുക. ആരോട് നീതി കാണിക്കുക? നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ആളോട് നീതി കാണിക്കുക. ആരൊക്കെ നമ്മുടെ ചുറ്റുവട്ടത്തുള്ളത്? നമ്മുടെ കുട്ടികളുണ്ടാവും, നമ്മുടെ ഭാര്യ ഭർത്താവ് ഉണ്ടാവും, നമ്മുടെ ഉമ്മ ഉപ്പ ഉണ്ടാവും, നമ്മുടെ സമൂഹം ഉണ്ടാവും. ഇവരോടൊക്കെ നീതി കാണിക്കുക, നീതി പെരുമാറുക എന്നുള്ളത്. പിന്നെ അവരെ സംരക്ഷിക്കുക എന്നുള്ളത്. നമ്മുടെ ഭാര്യനെ സംരക്ഷിക്കുക, ഉമ്മ ഉപ്പ മക്കളെ കുട്ടികളൊക്കെ സംരക്ഷിക്കുക. ഈ പിന്നെ വേറെ ഒന്നാണ് ജസ്റ്റ് ഈ ഭൂമിനെ പരിപാലിക്കുക എന്നുള്ളത്. ഈ ഭൂമിനെ, ഈ ഭൂമിയിലുള്ള എല്ലാ ജീവികളെയും ഭൂമിനെയും പരിപാലിക്കുക എന്നുള്ളത്. നമുക്ക് ഇഷ്ടമുള്ള മാതിരി ഇങ്ങനെ ഉപയോഗിക്കാൻ തന്നല്ല ഈ ഭൂമി. നമ്മളിപ്പോ ഒരു മരം വെട്ടുന്നുണ്ട്, ഇപ്പുറത്തൊരു മരം കുഴിച്ചിടണം. ഇപ്പൊ നമ്മളൊക്കെ എപ്പോഴും ചെയ്യുന്ന ഒരു സാധനമാണ് എന്ത്? ഈ പ്ലാസ്റ്റിക് ഒക്കെ ഉണ്ടാവും, മുട്ടായൊക്കെ തിന്നിട്ട് പ്ലാസ്റ്റിക് റോഡുമ്പോൾ വലിച്ചെറിയാം. ഒക്കെ വലിയ തെറ്റാ ചെയ്യുന്നത്. നമ്മൾ പരിപാലിക്കുന്നില്ല. നമ്മൾ അത് അതിൻ്റെതായ രീതിയിൽ എന്താക്കണം, അതിനെ മാനേജ് ചെയ്യണം. പിന്നെ ഏറ്റവും വലിയൊരു ഫാൾട്ട് വരുന്ന ഒരു സംഗതി എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പറഞ്ഞല്ലോ ഈ സൃഷ്ടികളെ സംരക്ഷിക്കുക എന്നുള്ളത്. പല മാതാപിതാക്കളെടുത്തും കാണുന്ന ഒരു സാധനമാണ് എന്ത്? നമ്മൾ കുട്ടികളെ പറ്റി കുറ്റം പറയും. എൻ്റെ കുട്ടി ശരിയില്ല, അല്ലെങ്കിൽ അവൻ കച്ചറ കളിക്കുന്നു എന്നുള്ളതൊക്കെ പറയും. അത് ഭയങ്കര ഒരു പ്രശ്നമാണ്. അതിന്റെ അർത്ഥം എന്താന്ന് വെച്ചാണ്ടല്ലോ, നമ്മൾ കുറ്റം പറയുന്നുണ്ടെങ്കിൽ പടച്ചോൻ തന്ന കുട്ടിയിൽ നമ്മൾ തൃപ്തിപ്പെടുന്നില്ല എന്നുള്ളതാ. പടച്ചോൻ തന്ന ഒരു കുട്ടിയിൽ നിങ്ങൾ തൃപ്തിപ്പെടാതെ നിങ്ങൾക്ക് എങ്ങനെ ആ കുട്ടിയിൽ ബർക്കത്തുണ്ടാവും? നമ്മൾ ഭർത്താക്കന്മാര് അല്ലെങ്കിൽ ഭാര്യ ഭർത്താവ് അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയും, അവള് ശരിയില്ല അല്ലെ ഇവൻ ശരിയില്ല എന്നുള്ളത്. അപ്പോൾ പടച്ചോൻ നമുക്ക് ഒരാളെ തന്നു, ആ അയാളെ പറ്റി നമ്മൾ കുറ്റം പറയുന്നുണ്ടെങ്കിൽ അതിൽ നമ്മൾ തൃപ്തിപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. നമ്മൾ ശരിക്കും അവരെ അല്ല കുറ്റം പറയുന്നത്, നമ്മൾ പടച്ചോനാണ് കുറ്റം പറയുന്നത്. പിന്നെ എങ്ങനെ ആ ഒരു ബന്ധത്തിനൊക്കെ ബർക്കത്തുണ്ടാവും? ഇത് നമ്മൾ വളരെ ആലോചിക്കേണ്ട കാര്യമാണ്. ഓക്കെ. പിന്നെ ഭൂമിയെ നശിപ്പിക്കാൻ പാടില്ല എന്ന് പറഞ്ഞല്ലോ. ഈ ഭൂമിയിലുള്ള എല്ലാ ജീവജാലങ്ങളും, ഓരോ ജീവജാലങ്ങളും നമുക്ക് വേണ്ടിയിട്ടാണ് പടച്ചോൻ സൃഷ്ടിച്ചത്. നമുക്കിപ്പോ നിങ്ങൾക്ക് ഈ ഒച്ചിനെ കാണാം, നിങ്ങളുടെ വീട്ടിലൊക്കെ ഇപ്പൊ ഈ ഒരു ഒച്ച വരും. ഈ ഒച്ചിനെ നമ്മളൊക്കെ ചവിട്ടി തെറിപ്പിക്കും അല്ലെ? ഭയങ്കര അറപ്പം നമുക്ക് ഇതിനെ കണ്ടാല്. പക്ഷെ ഈ ഒച്ച നമുക്ക് തരുന്നൊരു മെസ്സേജ് ഉണ്ട്. നമ്മുടെ മണ്ണിന് എന്താണ്, സൾഫേറ്റ് എന്ന് പറയുന്ന അംശം കുറഞ്ഞാലാണ് ഈ ഒച്ച വരിക. ഈ ഒച്ച നമുക്ക് ആ മെസ്സേജ് തരാൻ വേണ്ടിയാണ് വരുന്നത്. പക്ഷെ നമ്മളെ ഒച്ചിനോട് പെരുമാറുന്നത് എങ്ങനെയാണ്? തട്ടിമാറ്റി ചെയ്യുക. പിന്നെ അതേപോലെ ഈ തെരുവ് നായ്ക്കളുണ്ട്. ഈ തെരുവ് നായ്ക്കൾ എപ്പോഴാണ് കൂടുന്നത്? കൂടുന്നത് വെച്ചാൽ നമ്മുടെ അവിടെ അത്രയ്ക്ക് മലിനീകരണം ഉണ്ടാകുന്ന സമയത്താണ് ഈ തെരുവ് നായ്ക്കൾ കൂടുക. നമ്മൾ നായനെ കല്ലെടുത്ത് എറിയുകയാണ് ചെയ്യുന്നത്. പക്ഷെ അതിന്റെ യഥാർത്ഥ കാരണം എന്തെന്നാ? ഇവിടെ മലിനീകരണം ഉണ്ട്, അത് ശരിയാക്കണം എന്നുള്ള മെസ്സേജ് നമുക്ക് വരുന്നത്. പക്ഷെ നമ്മളാരും ശ്രദ്ധിക്കാറില്ല. അതേപോലെ ഈ ഭൂമി ലോകത്ത് ഓരോ സംഗതികളും നമുക്കൊരു മെസ്സേജ് തരുന്നുണ്ട്. ഇപ്പൊ നമ്മൾ ഇവിടെയൊക്കെ കേൾക്കുന്ന ഒരു പ്രശ്നമുണ്ട്, ഡൽഹിയിലൊക്കെ വായു മലിനീകരണം. ഇതിലൊക്കെ മെസ്സേജ് നമുക്കൊന്നും കിട്ടിയിട്ടുണ്ട്. മനുഷ്യന്മാരൊന്നും ശ്രദ്ധിക്കുന്നില്ല. ഓടി എന്തോ തിരക്ക് പിടിച്ച ഓട്ടത്തിലാണ്, ഓടി ഓടി ഇപ്പൊ എന്തായി? ആ വായു എന്തായി പോയി? മലിനീകരിച്ചു പോയി. ഇപ്പൊ നമുക്ക് അവിടെ ജീവിക്കാൻ പറ്റുന്ന അവസ്ഥയിലായി പോയി. പിന്നെ മൂന്നാമത്തെ ഒരു കാര്യം, നമ്മളെ പഠിച്ചോൻ എന്താക്കുന്നു വെച്ചാൽ പരീക്ഷിക്കും, നമ്മളെ ടെസ്റ്റ് നടത്തും. നമ്മൾ എത്രത്തോളം അവനുമായിട്ട് കൂറ് പുലർത്തുന്ന അല്ലെ സത്യസന്ധത പുലർത്തുന്നുള്ളത്. അതായത് തബാറക്കിൽ ഒരു ആയത്തുണ്ട്, അല്ലാതെ ഖലഖൽ മൗത വൽ ഹയാത്ത ലിയബ്ലുവക്കും എന്നുള്ളത്. നിങ്ങൾക്ക് ഞാൻ ജീവിതവും മരണവും തന്നത് എന്തിനാണെന്ന് വെച്ചാൽ അയ്യക്കും അഹ്സനു അമല, നിങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും നന്നായിട്ട് പ്രവർത്തിക്കുന്ന ആളെ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടാണെന്നുള്ളത്. ഈ തബാറക്കിനെ കുറിച്ച് ഒരു കാര്യം പറയാറുണ്ട്, എന്ത്? എന്നും മഗ്‌രിബിന് ശേഷം തബാറക്ക് ഓതിയാൽ നരകത്തിൽ പ്രവേശിക്കില്ല എന്നുള്ളത്. രാത്രി ഓതിയാൽ കേട്ടിട്ടുണ്ട്. അപ്പോ തബാറക്ക് ഓതിയും വിചാരിച്ച് നമ്മളെന്താവില്ല, നരകത്തിൽ പ്രവേശിക്കാണ്ട് നിൽക്കൊന്നുമില്ല. ഈ തബാറക്ക് ഓതുമ്പോൾ ഈ കാര്യം ഉൾക്കൊള്ളാൻ കഴിയണം. എന്ത്? ഞാൻ ഇപ്പം പറഞ്ഞ സാധനം ഖലഖൽ മൗത വൽ ഹയാത്ത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല എന്നുള്ളത്. ഇത് അറിയുന്ന ചങ്ങായി ഒരിക്കലും തെറ്റ് ചെയ്യൂല. ഈ തെറ്റ് ചെയ്തിട്ടില്ല പിന്നെ നരകത്തിൽ പോവോ? പല ആളുകൾ ഇത് ഓതിയിട്ട് എന്താണ് പലതും ഈ നമ്മളെ നാട്ടിൽ ഇങ്ങനെ എന്താണ് ചെയ്യുക, ഈ ഓതുന്ന ആളുകളും ഈ നിസ്കരിക്കുന്ന ആളുകളും എന്താ പരിപാടി എന്ന് വെച്ചാൽ ബാക്കിയുള്ള ജഡ്ജ് ചെയ്യല പരിപാടി. ഈ ഞാൻ നിസ്കരിക്കുന്നുണ്ടല്ലോ, ഞാൻ ഓതുന്നുള്ളത് എന്നൊരു ഈഗോ വെച്ചിട്ട് ബാക്കിയുള്ള ആളുകൾ, ആ നീ എന്താണ്, ഇവൻ ശരിയില്ല കേട്ടോ, അവൻ ശരിയില്ല കേട്ടോ, ഞാൻ ശരിയാ എന്നും പറഞ്ഞ് നടക്കുക ചെയ്യുന്നത്. അത് ഏറ്റവും എന്താ പറയാ, അതൊരു ശൈത്താന്റെ ഒരു ലക്ഷണമാണ് അത്. ഇപ്പൊ നമ്മൾ ഓതുമ്പോൾ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ഉൾക്കൊണ്ട് ഓതിയാൽ
നമ്മൾ ഒരിക്കലും എന്താവില്ല, ഒരിക്കലും ശിക്ഷിക്കപ്പെടില്ല. പിന്നെ ദൈവം നമ്മളെ കുറച്ച് നമ്മൾ പരീക്ഷിക്കും. എങ്ങനെ പരീക്ഷിക്കും? നമുക്ക് സമ്പത്ത് തരും, ദാരിദ്ര്യം തരും. സമ്പത്ത് തന്നിട്ട് നമ്മൾ ഏത് രീതിയിലാണ് പെരുമാറുന്നത് നോക്കും. ദാരിദ്ര്യം തന്നിട്ട് നമ്മൾ ഏത് രീതിയിലാണ് പെരുമാറുന്നത് നോക്കും. ദാരിദ്ര്യത്തിലുള്ള സമയത്ത് നമ്മൾ അവനെ കുറ്റം പറയുന്നുണ്ടോ എന്ന് നോക്കും. പിന്നെ അടുത്തത് നമുക്ക് സുഖങ്ങൾ തരും, ദുഃഖങ്ങൾ തരും, സന്തോഷവും ദുഃഖവും. ഈ സന്തോഷമുള്ള സമയത്ത് നമ്മൾ എങ്ങനെ പെരുമാറുന്നത് നോക്കും, ദുഃഖമുള്ള സമയത്ത് നമ്മൾ എങ്ങനെ പെരുമാറുന്നത് നോക്കും. സോ നമ്മൾ സന്തോഷമുള്ള സമയത്താണ് നമ്മൾ കൂടുതലും ബാക്കിയുള്ള ആളുകളെ അവോയ്ഡ് ചെയ്യുക, നമ്മുടെ ചുറ്റുപാടത്തുള്ള ആളുകളെ അവോയ്ഡ് ചെയ്യുന്നത്. മറ്റുള്ളവർ നമ്മൾ കൂടുതൽ തെറ്റ് ചെയ്യുക സന്തോഷമുള്ള സമയത്താണ്. ഈ ദുഃഖമുള്ള സമയത്താണ് നമ്മൾ ഡിപ്രഷൻ അടിച്ചിട്ട് നമ്മൾ നമ്മളോട് തെറ്റ് ചെയ്യുക. ഈ രണ്ടവസ്ഥയും നമുക്ക് ഉണ്ടാവരുത്. നമ്മൾ ഇതൊക്കെ വരുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്യണം? ഇതൊരു അനുഭവമായിട്ട് കാണാം. സന്തോഷം എന്നുള്ള അനുഭവമാണ്, ദുഃഖം എന്നുള്ള അനുഭവമാണ്. ഈ സമയത്ത് രണ്ട് സമയത്ത് നമ്മൾ പടച്ചവനോട് എന്താക്കണം? നന്ദി പറയണം. അതായത് ഉദാഹരണം പറഞ്ഞാൽ, ഈ സന്തോഷം വരുന്ന സമയത്ത് ശരിക്കും നമ്മൾ പേടിക്കുക വേണ്ടത്. നമ്മൾ ആ സമയത്ത് അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയണം, പൊറുക്കലിനെ ചോദിക്കണം. കാരണം എന്താന്ന് വെച്ചാൽ നമ്മൾ കൂടുതൽ തെറ്റ് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാവുക സന്തോഷം വരുന്ന സമയത്താണ്. ഈ ദുഃഖം വരുന്ന സമയത്ത് നമ്മൾ അൽഹംദുലില്ലാ എന്ന് പറയണം. കാരണം വെച്ചാൽ ഈ ദുഃഖത്തിൽ നമുക്കൊരു പാഠമുണ്ടാവും, നമ്മൾ അടുത്തൊരു ഘട്ടത്തിലേക്ക് കടക്കാൻ വേണ്ടിയിട്ടുള്ള. പിന്നെ നമുക്ക് അധികാരം തരും, പിന്നെ നിസ്സഹായാവസ്ഥ തരും. അധികാരം തന്നിട്ട് നമ്മൾ അങ്ങനെ പ്രവർത്തിക്കുന്നത് നോക്കും, ഇതൊന്നുമില്ലാതെ നമ്മൾ അങ്ങനെ പ്രവർത്തിക്കുന്നത് നോക്കും. എന്നിട്ട് അവനുമായിട്ടുള്ള നമ്മുടെ ഈ ബന്ധം നമ്മൾ എങ്ങനെ നിലനിർത്തുന്നത് അവൻ നന്നായിട്ട് നമ്മൾ പരീക്ഷിക്കും. പിന്നെ നാലാമത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് തിരഞ്ഞെടുക്കാനുള്ള ഒരു ഇച്ഛാശക്തി തന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഖുറാനിൽ നമുക്ക് ഭൂമിയിൽ നമുക്ക് തിരഞ്ഞെടുപ്പിന് വഹദീനാഹും നജ്ദീന, രണ്ട് പാത തന്നിട്ടുണ്ട് നമുക്ക്, ശരിയും തെറ്റും. ഏതൊരു വിഷയത്തിലും നമ്മൾ എന്ത് തിരഞ്ഞെടുക്കുന്നു, ശരിയാണോ തെറ്റാണോ, അതിനുള്ള ബുദ്ധി നമുക്ക് തന്നിട്ടുണ്ട്. നമ്മൾ തെറ്റ് തിരഞ്ഞെടുത്താൽ അതിനുള്ള നമുക്കുണ്ടാവും, ശരി തിരഞ്ഞെടുത്താൽ അതിനുള്ള നമുക്കുണ്ടാവും. ഇപ്പോ എന്താ പറയാ, ഇപ്പോ ഈ മദ്യം ഹറാം നല്ലതല്ല നമുക്കറിയാം. അപ്പൊ നമ്മൾ മദ്യം തിരഞ്ഞെടുത്ത് അതിനുള്ള ഉണ്ടാവും. തിരഞ്ഞെടുപ്പിന് നമുക്ക് ബുദ്ധി തന്നിട്ടുണ്ടല്ലോ, അതിനുള്ള അറിവും തന്നിട്ടുണ്ടല്ലോ. അപ്പൊ നമ്മൾ അത് തിരഞ്ഞെടുത്തിട്ടില്ലെങ്കിൽ അതിനുള്ള ഗുണം നമുക്കുണ്ടാവും. പിന്നെ അഞ്ചാമത്തെ ഒരു കാര്യമാണ് ആത്മാവിന്റെ വളർച്ച എന്ന് പറയുന്നത്. ഖദ് അഫ്ലഹ മൻ സക്കഹ, അല്ലെ, മനുഷ്യനെ ആണ് വിജയിക്കുന്നത് അവന്റെ ആത്മാവിനെ നന്നാക്കുന്ന സമയത്താണ് എന്നുള്ളത്. ഈ ആത്മാവിന്റെ ഇതിൽ നമ്മൾ പറയുന്ന സമയത്ത് നമ്മുടെ നെഫ്സ് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ട്. ഇതിനെ നമ്മൾ നന്നാക്കണം എന്ന ഈ നെഫ്സ് ടോട്ടൽ നമുക്ക് മനുഷ്യന്മാർക്ക് 7 തലത്തിലുള്ളത്. ഈ നെഫ്സിലെ ഏറ്റവും അടിയിൽ വരുന്ന ഒരു സാധനം ഉണ്ട്, നമ്മളെ അമ്മാറത്തു നെഫ്സ് എന്നൊക്കെ പറയും. ആഗ്രഹങ്ങൾ, നമ്മളെ മനസ്സിലേക്ക് ആഗ്രഹങ്ങൾ തരുന്ന ഒരു സാധനം ഏറ്റവും ലോ ലെവലുള്ള നെഫ്സാണ്. അതായത് ഈ നെഫ്സാണ് ഈഗോ എന്നുള്ള സാധനം ഉണ്ടാക്കി തരിക. ആഗ്രഹിക്കുന്ന സാധനം വാങ്ങുക, അത് വാങ്ങണം, ഇത് വാങ്ങണം, അത് ചെയ്യണം, ഇത് ചെയ്യണം, അത് ഭയങ്കര ആഗ്രഹമായിരിക്കും. തെറ്റും ശരിയൊന്നും നമുക്ക് ഓർമ്മ ഉണ്ടാവില്ല. നമ്മൾ പലതും വാങ്ങിക്കൂട്ടും. എന്നിട്ട് നമുക്ക് തോന്നിയ പോലെ ജീവിക്കാന്നുള്ളൊരു സാധനം. ഇതാണ് ഈ നെഫ്സുൽ അമ്മാറ എന്ന് പറയുന്ന സാധനം നമുക്ക് ഉണ്ടാക്കി തരുന്ന ഒരു സാധനം. അത് പിന്നെ അടുത്തൊന്നുണ്ട് നെഫ്സുൽ മുൽഹിമ എന്ന് പറഞ്ഞ അടുത്തൊരു സ്റ്റേജ് ഉണ്ട്. അതായത് നമുക്ക് ചെറിയൊരു ബോധം വരും, എന്ത് ശരിയും തെറ്റും നമുക്ക് ഓർമ്മയുണ്ട്. ഇപ്പോൾ എന്താണ്, ഇപ്പോൾ കള്ള് കുടിക്കരുന്നുള്ളത് ശരിയാണ് അല്ല തെറ്റാന്നുള്ള ഓർമ്മ വരുന്നുണ്ട്. പക്ഷെ എന്നിട്ടും നമ്മൾ എന്താക്കുന്നത്, അത് ചെയ്യുന്നത്. പിന്നെ മൂന്നാമത്തെ ഒരു സ്റ്റേജ് ഉണ്ട് നഫ്സുൽ ലവ്വാമ എന്ന് പറയുന്നത്. ഈ തെറ്റ് ചെയ്തിട്ട് നമുക്കൊരു കുറ്റബോധം വരിക, ഞാൻ ചെയ്തത് മോശമായിപ്പോയി, എന്നിട്ട് നമ്മൾ അതിനോട് പുറക്കെല്ലാം തരുന്നത്. അത് മൂന്നാമത്തെ. നാലാമത്തെ ഒരു സ്റ്റേജ് ഉണ്ട്, എന്താണ്, യായി നഫ്സുൽ മുത്തുമൈന എന്ന് പറയുന്ന സാധനം. ഈ ഒരു സ്റ്റേജിലാണ് നമ്മൾ പടച്ചവനായിട്ട് അടുക്കാൻ പോകുന്നത്. ഇവിടെ നമുക്ക് നമ്മൾ ചെയ്യുന്ന മൊത്തം ശരികളായിരിക്കും. അത് നമ്മൾ ഇഷ്ടത്തോടു കൂടിയാ ചെയ്യുക. എല്ലാ കാര്യവും നമ്മൾ ഒരു ഇഷ്ടത്തോടു കൂടി ചെയ്യും. ഈ ഇഷ്ടത്തോടു കൂടി ചെയ്യുമ്പോൾ നമ്മൾ പടച്ചവനായിട്ട് ഒരു കണക്ഷൻ ഉണ്ടാവുന്നത്. ഈ കണക്ഷനാണ് നമ്മളുടെ ബന്ധങ്ങൾ, പടച്ചവനുള്ള ബന്ധങ്ങൾ മെച്ചപ്പെടുത്തുക. പിന്നെ ഈ നാലാമത്തെ സ്റ്റേജിൽ എത്തുമ്പോഴാണ്, ഞാൻ ഈ പറയുമ്പോൾ ഒക്കെ നമ്മൾ ഏത് സ്റ്റേജിലാണല്ലോ ഓർത്താൽ മതി. ഈ നാലാമത്തെ സ്റ്റേജിൽ എത്തുമ്പോഴാണ് നമുക്ക് നമ്മുടെ ഒരു ഇബാദത്തൊക്കെ നമുക്ക് മനസ്സറിഞ്ഞിട്ട് ചെയ്യാൻ തോന്നുക. പിന്നെ വേറൊരു കാര്യം ഇപ്പോൾ ഓർക്കാനുള്ള സാധനം, നമ്മൾ ഒരു 6 അടി, എപ്പോഴും നമ്മൾ പറയും മരിച്ചിട്ട് ലാസ്റ്റ് നമ്മൾ 6 അടി കബറിലാണ് പോകുന്നുള്ളത്. ഈ 6 അടി എന്ന് പറയുന്നത് മരിച്ചിട്ട് മാത്രമല്ല, നമ്മുടെ ഈ ശരീരം എന്ന് പറയുന്ന സാധനം എപ്പോഴും 6 അടിയാണ്. ഈ ശരീരം, ഇതിൻ്റെ ഉള്ളിലൊരു എന്താണ്, ശ്വാസം എന്ന് പോകുന്ന നമുക്ക് അന്ന് നമ്മുടെ ജീവൻ പോകും. ഇപ്പോൾ ഈ ശരീരം ഈ മണ്ണാണ് മൊത്തം, ഇതിൻ്റെ ഉള്ളിൽ ഒരു റൂഹുണ്ട്, നമ്മുടെ ആത്മാവുണ്ട്. ഈ ആത്മാവിനെ നന്നാക്കുക എന്നുള്ളത്, ഈ ആത്മാവ് എങ്ങനെ നന്നാവുക എന്നുള്ളത്
നമ്മുടെ ഉയർന്ന സ്വഭാവ തലത്തിൽ നിന്ന് ഏറ്റവും മുന്തിയ സ്വഭാവത്തിൽ എത്തുന്നതനുസരിച്ചാണ് ആത്മാവ് നന്നാവുക. അതുകൊണ്ട് നമ്മുടെ സ്വഭാവം എല്ലാ സ്ഥലത്തും, നമ്മുടെ കുടുംബത്തിലായാലും നമ്മുടെ പുറത്തായാലും നമ്മുടെ ഉയർന്ന സ്വഭാവത്തിൽ നമ്മൾ പുറത്തെടുക്കുക. അത് പുറത്തെടുക്കുമ്പോഴാണ് നമ്മുടെ ആത്മാവ് നന്നാവുക. ആത്മാവ് നന്നായാൽ മാത്രം മതി, നമ്മൾ വിജയിച്ചു. ഓക്കെ. ഇപ്പോ ഈ കാര്യങ്ങള് എന്താണ് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. എപ്പോഴും നമ്മൾ ഏത് കാര്യം ചെയ്യുമ്പോൾ അവസാനമായിട്ടൊക്കെ പറയാനുള്ള കാര്യം, ഏത് കാര്യം ചെയ്യുമ്പോൾ നിങ്ങൾ പടച്ചോനെ തിരഞ്ഞെടുക്കുക. എങ്ങനെ പടച്ചോനെ തിരഞ്ഞെടുക്കുക? ഒരു സൗഹൃദം സ്ഥാപിക്കുമ്പോൾ ഇത് പടച്ചോനെ ഇഷ്ടപ്പെടും നോക്കുക. ഇനി നിങ്ങൾ എന്തെങ്കിലും കാര്യം ചെയ്ത് കച്ചവടം ചെയ്യുമ്പോഴാണെങ്കിൽ അത് പടച്ചോനെ ഇഷ്ടപ്പെടും നോക്കുക. ഇനി വേറെ എന്തെങ്കിലും ഒരു സാധനം വാങ്ങുകയാണെങ്കിലും അങ്ങനെ നിങ്ങൾ ചുറ്റുവട്ടത്ത് എന്തും നിങ്ങൾ ചെയ്യുമ്പോൾ പടച്ചവനെ തിരഞ്ഞെടുക്കുക. അങ്ങനെ തിരഞ്ഞെടുത്താൽ ജീവിതം എന്താവും? മെച്ചപ്പെടും. ഓക്കെ. ഇനി എൻ്റെ സെഷൻ ഇവിടെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്, അവസാനിപ്പിച്ചിട്ടുണ്ട്. ആർക്കും എന്ത് ചോദിക്കാണ്ട് ചോദിക്കാം. പിന്നെ ലാസ്റ്റ് വേറൊരു കാര്യം പറയേണ്ടത് ഞാൻ പറയാം. താങ്ക് യു പ്രൊഫസർ, താങ്ക് യു. മറ്റേ സിമ്പിളായി പതിയെ ഇരുന്നിട്ട് നമ്മൾ ഈ ഗുരുവിന്റെ ക്ലാസ് ഒക്കെ കേൾക്കാറില്ല, നമ്മളെ ഗൈഡൊക്കെ ഇടയ്ക്ക് ഒരു സെഷാറാറുണ്ട്. അതായത് പതിയെ ഇരുന്നിട്ട് കുറേ എനർജീന്റെ ഫ്ലോകളോ അല്ലെങ്കിൽ ഭയങ്കര ശബ്ദം ഇട്ടിട്ടോ ഒന്നും അല്ലാണ്ട് കാമായിട്ട് ഇരുന്നിട്ട് നമുക്കൊരു, ഇപ്പൊ നമ്മളൊരു ഷെർബാൻ റമദാനിലേക്ക് അടുക്കുന്ന സമയത്തൊക്കെ സ്പിരിച്വൽ കണക്ഷൻ ഒന്നും കൂടെ ഈ ഒരു ടൈമിന്റെ ഇമ്പോർട്ടൻസും കൂടെ ഇവിടെ റെലവെന്റ് ആയി വന്നിട്ടുണ്ടായിരുന്നു. നമുക്കൊക്കെ ഉള്ള ഒരു ആത്മപരിശോധനയ്ക്കുള്ള സമയമായിരുന്നു ഇത്. ഞാൻ എവിടെ എത്തിയിട്ടുണ്ട്, ആ സ്റ്റേജുകളൊക്കെ പറയുന്ന സമയത്തും എല്ലാവരും ഒരു കാമായിട്ടുള്ള സ്റ്റേറ്റിലായിരുന്നു. എന്നോട് ആരോ ഓർമ്മപ്പെടുത്തുകയാണ് എന്നില്ല. അഫ്സൽ സർ എപ്പോഴും പറയാറുണ്ട്, നമ്മൾ ഒരു കാര്യം ഒരു ക്ലാസ്സിൽ പറയുന്നുണ്ടെങ്കിൽ അത് കേൾക്കേണ്ട ആരോ ഒരാൾ അവിടെ ഇരിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് നമുക്കത് പറയാൻ പടച്ചോ തോന്നിപ്പിക്കുന്നുള്ള സംഭവം. അതുപോലെ നമ്മളൊക്കെ ഉള്ളിൽ എവിടെയോ ഈ ഒരു സൃഷ്ടാവിന്റെ തല അറിഞ്ഞിട്ടുള്ള ഒരു തേടലിൽ ഇങ്ങനെ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഒരു ഓബ്സർവ് ഈ ഒരു വിഷയം പറഞ്ഞ പോലെ ആളിത് പറയാൻ ആപ്റ്റാണ്, ഹാപ്പിലായിട്ടും പിന്നീട് കുറച്ചും കൂടെ സ്പിരിച്വലി കണക്റ്റഡ് ഉള്ള ആളാണ്. അപ്പോൾ ആള് പറയുന്നതൊന്നും ചെയ്യുന്നത് വേറെയാണെന്ന സംശയം. സിമ്പിൾ ഹംബിൾ പവർഫുൾ ക്ലാസ് യാതാ ഉണ്ടായത്. കുറെ എനർജി ഫ്ലോ കാര്യങ്ങളൊന്നുമല്ല പറഞ്ഞത്, കുറെ ഇങ്ങനെ ഓർമ്മപ്പെടുത്തി പോയി നമ്മളെ ഉള്ളിലൂടെ. എന്താ പറയാ, നമ്മളെ ഉള്ളിലൊക്കെ ഒരു വേരിട്ട് തന്നു, നമുക്ക് എവിടേക്ക് പോകാനുണ്ട്, അല്ലെങ്കിൽ നമ്മൾ കുറച്ചും കൂടെ പഠിച്ചോനൊന്ന് പ്രയോറിറ്റൈസ് ചെയ്യേണ്ടതെന്നില്ലേ. ഒരു ആയത്തുണ്ടല്ലോ, ആയത്തെന്നതിൻ്റെ ഒരു ഓർമ്മ തന്നെ ഹദീസായിട്ട്, ഇഫ് യു പ്രയോറിറ്റൈസ് അള്ളാഹ് വിൽ പ്രയോറിറ്റൈസ് യു. നിങ്ങൾ പഠിച്ചോനെയാണ് എല്ലായിടത്തും വെക്കുന്നതെങ്കിൽ പഠിച്ചോൻ നിങ്ങളെ വെക്കും. നിങ്ങൾ ഒന്നാം സ്ഥാനം പഠിച്ചവനക്ക് കൊടുക്കുകയാണെങ്കിൽ പഠിച്ചവൻ നിങ്ങൾക്ക് ഒന്നാം സ്ഥാനം നൽകും. അത് നമ്മളിപ്പോൾ റീൽസിലൊക്കെ ഒരു വേറെ കൺവേർട്ട് തിയറി കൂടി പറയാറുണ്ട്. നമ്മൾ ഒരാൾക്ക് എല്ലാ കാര്യം ചെയ്തു കൊടുത്തിട്ടുമ്പോൾ അയാളുടെ തൃപ്തിക്ക് വേണ്ടി നമുക്ക് പ്രതീക്ഷിക്കാം. നമ്മൾ എല്ലാ തെറ്റുകളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് എന്നിട്ട് നമ്മൾ തൃപ്തിക്ക് വേണ്ടി പ്രതീക്ഷിക്കുമ്പോൾ ഇവിടെ അർത്ഥം ഉണ്ടോ എന്നുള്ളൊരു കാര്യം. ഇത് പറയാൻ ഞാൻ പൂർണ്ണ ഉത്തരവാദി അല്ലെങ്കിൽ പൂർണ്ണമായിട്ട് ക്ലിയർ ആയിട്ടുള്ള ഒന്നുമല്ല, ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തിയതാണ്. എന്തായാലും പ്രൊഫസർ ഒരുപാട് സന്തോഷം, താങ്ക് യു സോ മച്ച്. ഇനി നിങ്ങൾ ഓരോരുത്തരും ഫീഡ്ബാക്ക് പറയും കേട്ടോ. സെഷൻ കണക്റ്റ് ആയോ, എന്തായിരുന്നു ഒക്കെ. ജസ്ന മാം എന്തൊക്കെയോ ടൈപ്പ് ചെയ്തിട്ട് അറിയുന്നവർക്ക് അറിയാം. നേരത്തെ എന്താ പറഞ്ഞ, ഒച്ച വരുന്ന എന്തോ പറഞ്ഞ, എന്തുകൊണ്ടാന്നാ പറഞ്ഞല്ല, എന്തായിരുന്നു? ഒച്ച വരുന്നതോ? സാറ് പറഞ്ഞില്ലേ എന്തോ അറിയിക്കാനാണ് ഒച്ച വരുന്നത്. ഒച്ച വരുന്നതാണോ? ആ ആ ഓഫീസർ എന്തായിരുന്നു? ആ ഓഫീസർ അവർ ഒന്ന് ചോദിക്കുന്നത്, ക്ലിയർ ആക്കിയാൽ പറഞ്ഞുതരും, ഞാൻ കേൾക്കാം. ഓര് ചോദിക്കുന്നത് നിങ്ങൾ ഒച്ച വരുന്നതോ ഞാൻ ഒച്ച വരുന്നതോ പറഞ്ഞല്ലോ, അത് എന്തിനാണ് എന്നല്ലേ. ഒച്ച വരുന്നതല്ല, അതായത് ഈ ഭൂമി ലോകത്ത് പടച്ചോൻ മനുഷ്യന് വേണ്ടിയിട്ട് എല്ലാം സൃഷ്ടിച്ചത്. നമ്മുടെ വീട്ടിലൊരു ഒച്ച വരുന്നുണ്ടെങ്കിൽ ആ ഒച്ച നമുക്ക് തരുന്ന മെസ്സേജ് എന്താ വെച്ചാൽ നമ്മളെ മണ്ണിനൊരു പ്രശ്നം ഉണ്ടെന്നുള്ളത്. അപ്പോൾ അതിന് പറയും സൾഫേറ്റ് കുറവാന്നൊക്കെ പറയും. ഈ സൾഫേറ്റ് കുറവുള്ളത് കൊണ്ടാണ് കൃഷി സ്ഥലത്തൊക്കെയാണ് ഇത് മെയിനായിട്ട് ഉണ്ടാവുക. നമ്മളെ സൾഫേറ്റ് കുറവുള്ള മണ്ണിൽ നമ്മൾ എന്താണ് ശരിയാക്കണം, കൃഷിയൊക്കെ നടത്താൻ വേണ്ടിയിട്ട് സെറ്റാക്കാൻ വേണ്ടിയിട്ടാണ് ഒരു മെസ്സേജാണ് ഈ ഒച്ച തരുന്നത്. അങ്ങനെ ഏത് ജീവിയും, ഉം. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളെ വീട്ടിൽ ഇപ്പോൾ ഒരു മണ്ണാച്ചൻ വരുന്നുണ്ടെങ്കിൽ അത് നമുക്കൊരു മെസ്സേജ് തരുന്നുണ്ട്. എന്ത്? നിങ്ങൾ ഇപ്പോൾ ഒരു ആബ്സെന്റ് മൈൻഡിലാണ് ഉള്ളത്, നിങ്ങളൊന്ന് പ്രസന്റ് മൈൻഡിലോട്ട് വരണം എന്നൊരു മെസ്സേജ് ആ ചിലന്തി തരുന്നുണ്ട്. അങ്ങനെ ഓരോന്നും തരുന്നുണ്ട്. ഇപ്പൊ ഒരു എലി വരുന്നുണ്ടെങ്കിൽ എലി പറയുന്നുണ്ട് ഇവിടെ ഇവിടെ വൃത്തികേടുണ്ട് എന്നുള്ളത്. ഓക്കെ, താങ്ക് യു. നെക്സ്റ്റ് ആരാണ് ഫീഡ്ബാക്ക് പറയാനോ ഡൗട്ട് ചോദിക്കാനോ ഒക്കെ എന്തുണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാം കേട്ടോ.
ഞാൻ ശബ്ദം എടുത്തിടാത്ത ശബ്ദം ഇല്ലാത്തതുകൊണ്ടാണ്, അല്ലാണ്ട് എനർജി കുറവ് ഉണ്ടായിട്ടൊന്നുമില്ല, ശബ്ദം ഇല്ല അതുകൊണ്ടാണ്. നെക്സ്റ്റ് ആരായിരുന്നു? ആരെങ്കിലും വരുന്നവരുണ്ടോ? ഇലിയാസ്ക്ക് എന്തെങ്കിലും പറയാനോ സജഷനോ കാര്യങ്ങളോ ക്ലാസ്സിനെ കുറിച്ചോ? ഹലോ മാം, ഞാൻ ശ്രീ ഹായ്. വർഷയാണ്. ആ ഓക്കെ, ഹായ്. പറഞ്ഞോളൂ. ഞാൻ ഈ സെഷൻസ് ജോയിൻ ചെയ്യണം എന്ന് വിചാരിച്ചുകൊണ്ട് ഇത് നിങ്ങളുടെ യൂണിക്നെസ് പ്രോഗ്രാം ജോയിൻ ചെയ്യണം എന്ന് വിചാരിച്ചിരിക്കുന്നത്. അപ്പൊ കുറച്ച് ദിവസമായിട്ട് ഞാൻ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു എല്ലാ സെഷൻസും. പക്ഷെ ഇന്നത്തെ സെഷൻ ഭയങ്കര സൂപ്പർ ആയിട്ടുണ്ടായിരുന്നു. സിമ്പിൾ ആൻഡ് ഹംബിൾ പേഴ്സൺ ആണെന്ന് തോന്നുന്നു. ബട്ട് വാട്ട് എവർ ഇറ്റ് ഇസ്, ഐ എം നോട്ട് എ മുസ്ലിം. പറഞ്ഞ പകുതി എനിക്ക് മനസ്സിലായില്ലെങ്കിൽ പോലും, and I am not a very spiritual person too. But then the way he presented and said this was too good, very good. ഞാനൊരു മലയാളിയും അല്ല, so but then it was so much connecting me. Thank you. ഓക്കെ. കുറെ കാര്യങ്ങൾ ഒരു തെലന്ത് കണ്ട ഇങ്ങനെയാണ് ഇതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞപ്പോഴേ, ഓ ഐ വാസ് ജസ്റ്റ് തിങ്കിങ്, ആക്ച്വലി ഈ അവയർനെസ് എനിക്ക് അതിങ്ങനെ വരുമ്പോഴാണ്, ഇങ്ങനെ ഒരു മാറാല വരുമ്പോഴൊക്കെയാണ് ഞാനും അതിനെ പറ്റി തിങ്ക് ചെയ്യാറ്. ഓ, ഞാൻ ആബ്സെന്റ് മൈൻഡഡ് ആയിരുന്നു, ഞാൻ ഈ പോർഷൻ ശ്രദ്ധിച്ചില്ല എന്നൊക്കെ തിങ്ക് ചെയ്യുന്ന ആളാണ് ഞാൻ. ഇറ്റ് വാസ് സോ മച്ച് കണക്ടിങ് ടു മീ. ഓക്കെ, താങ്ക് യു മാം, താങ്ക് യു. നെക്സ്റ്റ് ബാച്ചിൽ എന്തായാലും കാണാം ഇൻഷാല്ലാ. നെക്സ്റ്റ് ബാച്ച് മാർച്ചിലൊക്കെ ആയിരിക്കും, മാർച്ച് എൻഡിലോട്ടൊക്കെ ആയിരിക്കും, നമ്മൾ ഇൻഫോം ചെയ്യാം. ഓക്കെ, താങ്ക് യു. നെക്സ്റ്റ് ആരെങ്കിലും വരുന്നുണ്ടോ? നെക്സ്റ്റ് ആരാണ്? നല്ല രസമുള്ള ക്ലാസ് ആയിരുന്നു കേട്ടോ, മാഷാ അല്ലാ. വളരെ പതിഞ്ഞ ഒരു താളത്തിൽ ഇങ്ങനെ കേട്ടിരുന്ന അങ്ങനെ 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 കഴിഞ്ഞു. ഇത് കഴിഞ്ഞപ്പോഴാണ് സമയം, എന്റെ സെക്ഷൻ ഇതോടുകൂടി വൈൻഡപ്പ് ചെയ്തു കഴിഞ്ഞപ്പോഴാണ് ഞാൻ സമയം നോക്കിയത്. അപ്പൊ അത് ഏകദേശം 9 മണി ആവാനായിട്ടുണ്ട്. പക്ഷെ അധിക ഒച്ചപ്പാടുകളൊന്നും ഇല്ലെങ്കിലും കുറെ കാര്യങ്ങൾ, അതായത് മൈന്യൂട്ടായിട്ട് നമ്മുടെ മുന്നിലൂടെ ദിവസം കടന്നു പോകുന്ന കുറെ കാര്യങ്ങളാണ്. ബട്ട് അത് എത്രത്തോളം നമുക്ക് ഡീപ്പായിട്ട് നമുക്കതിൽ ചിന്തിക്കാനുള്ള വകകൾ നൽകുന്നുണ്ട് എന്നുള്ള ഒരു ചെറുതായിട്ടുള്ള എന്നാൽ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു മെസ്സേജ്. നല്ല ക്ലാസ് ആയിരുന്നു. ഭയങ്കരമായിട്ട് ഒരുപാട് കാര്യങ്ങൾ അതിൽ പഠിക്കാൻ പറ്റി, അറിയാൻ പറ്റി. വലിയ സന്തോഷം ഇന്നത്തെ ഒരു സെക്ഷനിൽ കയറാൻ പറ്റിയതും. അതോടൊപ്പം തന്നെ നമ്മളെപ്പോഴും ഒരു ഹദീസിൽ കേട്ടിട്ടുണ്ട്, അന ഇന്ദ ലന്നി അബദി. അങ്ങനെ തന്നെയാണ് അല്ലല്ലേ? അന ഇന്ദ ലന്നി അബദി. അതായത് എൻ്റെ അടിമ എന്നെ കുറിച്ച് എന്ത് വിചാരിക്കുന്നുവോ അതാണ് ഞാൻ. എൻ്റെ കൂടെ റബ്ബ് ഇല്ല എന്നാണ് ചിന്ത എന്നുണ്ടെങ്കിൽ റബ്ബ് കൂടെ ഇല്ല. എൻ്റെ കൂടെ റബ്ബ് ഉണ്ട് എന്നാണെങ്കിൽ എൻ്റെ കൂടെ റബ്ബ് ഉണ്ട്. റബ്ബ് എൻ്റെ ഒരു കൂട്ടുകാരനാണ് എന്നാണെങ്കിൽ ഒരു കൂട്ടുകാരനാണ്. നമ്മൾ എന്താണോ റബ്ബിനെ കുറിച്ച് ചിന്തിക്കുന്നത് അത് റബ്ബായി തീരും. അതുകൊണ്ടാണ് കുറച്ച് കാലം കഴിയുമ്പോൾ, അതായത് ഈ സൂഫീസൊക്കെ പറഞ്ഞ് സൂഫീസത്തെ കുറിച്ച് പറയുമ്പോൾ പറയാറുണ്ട്, അനല്ലാ എന്ന് പറയുന്ന ഒരു സ്റ്റേജ് എത്തും. ഞാൻ തന്നെയാണ് റബ്ബ് എന്ന് പറയുന്ന ഒരു സ്റ്റേജ് എത്തും. കേൾക്കുന്ന ആളുകൾക്ക് അത് ചിലപ്പം ഞാൻ പഠിച്ചവനാണെന്ന് പറയുമ്പോൾ അത് ഇതായി പോയില്ലേ, വേറെ പഠിച്ചവനുണ്ട് എന്ന് പറയലല്ലേ എന്നുള്ളതാണ്. അങ്ങനെയല്ല. ഞാൻ കാണുന്നത് എൻ്റെ റബ്ബ് എനിക്ക് കാണിച്ചു തരുന്നതാണ്. ഞാൻ കേൾക്കുന്നത് എൻ്റെ റബ്ബ് എനിക്ക് കേൾപ്പിച്ചു തരുന്നതാണ്. ഞാൻ ചെയ്യുന്നതൊക്കെ എൻ്റെ റബ്ബ് എന്നെ കൊണ്ട് ചെയ്യിക്കുന്നതാണ്. ആ അർത്ഥത്തിൽ അനല്ല, ഞാനും റബ്ബും ഒന്നാണ്, ഞാൻ അത്രത്തോളം റബ്ബിലേക്ക് അലിഞ്ഞു ചേർന്നിട്ടുണ്ട് എന്നുള്ള പറച്ചില്ല. ആ ലെവലിലേക്ക് എത്തുന്ന ആളുകളുണ്ട്. അപ്പം പറഞ്ഞത്ര മാത്രമേ ഉള്ളൂ, നമ്മൾ ഒന്നുകൂടി ശുദ്ധീകരിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പടച്ചോനെ കുറിച്ചുള്ള നമ്മുടെ ചിന്താഗതി, കാഴ്ചപ്പാട് മാറ്റിയാൽ മതി. ഞാൻ മുമ്പ് എപ്പോഴും ഒരു ഇത് പറഞ്ഞ സമയത്ത് പറഞ്ഞിരുന്നു, നമ്മളൊക്കെ ചെറുപ്പത്തിൽ കേട്ട് നമ്മുടെ മനസ്സിലൊക്കെ പടച്ചോന്റെ കുറിച്ചുള്ള ചിന്ത എന്താ വെച്ചാൽ, എന്തെങ്കിലും തെറ്റ് ചെയ്യുമ്പോൾ തന്നെ എണ്ണയിലിട്ട് പൊരിക്കുക, വറുക്കുക, അടിക്കുക എന്നുള്ള രൂപത്തിലുള്ള ഒരു ചിന്തയാണ്, ചിത്രയാണ്. അതാണ് നമ്മളെ കുട്ടികൾക്കും. അതായത് നമ്മൾ കുട്ടികൾ എന്തെങ്കിലും തെറ്റ് ചെയ്യുമ്പോഴത്തേനും പറയും, അങ്ങനെ ചെയ്താൽ പടച്ചോൻ നരകത്തിലിട്ട് കേട്ടോ. നമ്മൾ അതിന് പകരം പറഞ്ഞു കൊടുക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ, അങ്ങനെ ചെയ്താൽ അത് അള്ളാഹ്ക്ക് ഇഷ്ടം ഉണ്ടാവില്ല കേട്ടോ, പടച്ചോൻ അത് ഇഷ്ടം ഉണ്ടാകൂല, ഉമ്മാക്ക് അത് ഇഷ്ടം ഉണ്ടാകൂല, ഉപ്പാക്ക് അത് ഇഷ്ടം ഉണ്ടാവൂല എന്ന് പറയുമ്പോൾ കുട്ടികൾക്ക് ആ സ്നേഹത്തെ കുറിച്ച് നമ്മൾ പരിചയപ്പെടുത്തി കൊടുക്കുക വേണ്ടത്. നമ്മളെപ്പോഴും പേടിപ്പിച്ച് ഇതാക്കുമ്പോൾ കുട്ടികളിലേക്ക് ആ സ്നേഹം എത്തുന്നില്ല, പകരം ആ പേടിയാണ് എത്തുന്നത്. നെഗറ്റീവാണ് ആദ്യം കുട്ടികൾ. വീഴല്ലട്ടോ എന്ന് പറഞ്ഞാൽ കുട്ടി വീഴുക എന്നുള്ള വാക്കാണ് എടുക്കുക എന്നാണ്. അതേസമയം ശ്രദ്ധിച്ച് നടക്കിട്ടോ എന്ന് പറയുമ്പോൾ ശ്രദ്ധ എന്നുള്ള വാക്കാണ് കുട്ടി എടുക്കുക എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് എന്താണെങ്കിൽ അതിനനുസരിച്ചുള്ള ഔട്ട്പുട്ട് കിട്ടും. ഞാൻ എവിടെയോ തുടങ്ങി എവിടെയാണ് അവസാനിപ്പിക്കുന്നത്. എന്തായാലും നല്ല മനോഹരമായിട്ടുള്ള ഒരു ക്ലാസ് ആയിരുന്നു, അടിപൊളി. വളരെ സന്തോഷമായി. കാരണം വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ വരെ പിൻ പോയിന്റ് ചെയ്ത്, എന്നാല് വലിയ ഒച്ചപ്പാടുകളൊന്നും ഇല്ലാതെ സൈലന്റ് ആയിട്ട് അത് അങ്ങനെ പറഞ്ഞു തീർത്തു. താങ്ക് യു.
അങ്ങനത്തെ ഒരു ക്ലാസ് ഇങ്ങനെ ഒരു ക്ലാസ് ഞങ്ങൾക്ക് നൽകിയതിന് മനസ്സറിഞ്ഞ നന്ദി. താങ്ക് യു ഇല്ലാസ്ക, താങ്ക് യു. റോസേന നമ്മളൊരു സ്റ്റുഡൻ്റ് ആണ് കേട്ടോ. ഇല്ലാസ്ക സ്റ്റുഡൻ്റ് അല്ല, സോറി, നമ്മൾ അഫൽ സേറെ കൂടുതൽ ഫ്രണ്ടുമാണ്. നമ്മളെ കഴിഞ്ഞ സെഷൻ ആളായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നു. ഇവിടെ സ്ഥിരമായിട്ട് വരും, നമുക്ക് പരിചയമായിട്ടുള്ള ഒരാളാണ് ഇല്ലാസ്ക എന്നല്ലേ. എന്തായാലും സന്തോഷം. ജസ്ന മാം എന്തോ ടൈപ്പ് ചെയ്തിട്ടിട്ടുണ്ട്. ലാസ്റ്റ് ആണ് കഴിഞ്ഞത്. കേട്ടത് മുതൽ മാഷാഅല്ലാ നന്നായിരുന്നു. ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളായിരുന്നു. എനിക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസ് ആയിട്ട് തോന്നി. താങ്ക് യു സോ മച്ച് ജസ്ന മാം, താങ്ക് യു സോ മച്ച്. നെക്സ്റ്റ് ആരായിരുന്നു? നമ്മൾ ഷിബില മാം വരുന്നുണ്ടോ? ഷിബില മാമിനെ വീഡിയോ മോഡിലൂടെ കണ്ടിട്ടുണ്ടായിരുന്നു. മോന് സൗണ്ട് ഉണ്ടാക്കണോണ്ടാണ് പറയാൻ പറ്റാത്തത്. ഇല്ല ഇല്ല, കുഴപ്പമില്ല, കണ്ടിന്യൂ ചെയ്തില്ല, പ്രശ്നമില്ല. നല്ല ക്ലാസ് ആയിരുന്നു. നമുക്ക് നാം എന്ന ഭാവന മാറ്റി വെച്ചിട്ട് നമുക്കെല്ലാം അള്ളാഹുലെ ഒരു മെസ്സേജിലൂടെ നമുക്കെല്ലാം തരുന്നുണ്ട്. അതുപോലെ നമ്മുടെ ചുറ്റുഭാഗത്തേക്കൊന്ന് നോക്കാൻ വേണ്ടിയിട്ടും നമുക്ക് അനുഗ്രഹങ്ങളിലേക്കൊന്ന് തിരിഞ്ഞു നോക്കാൻ വേണ്ടിയിട്ടൊക്കെ പറയുന്ന ഒരു അടിപൊളി സെഷൻ തന്നെയായിരുന്നു. സൂപ്പറായിരുന്നു. നാം എന്ന ഭാവം മാറ്റി വെക്കുക. എല്ലാം ഇപ്പൊ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ബോഡിയിലെ അവയർനെസ് തരുന്നുണ്ട് എന്നുള്ള കാര്യങ്ങള് പറയുമ്പോ നമ്മളെന്താ വിചാരിക്കുക, അതൊക്കെ നമ്മൾ തന്നെയാണ്, ഒക്കെ നമ്മളാ ചെയ്യുന്നൊരു ഭാവമാണ് നമുക്ക് എല്ലാവർക്കും വരുന്നത്. അത് അങ്ങനെയല്ല, അതിൽ നിന്ന് നമുക്ക് എല്ലാം കിട്ടുന്നുണ്ട് എന്നുള്ളത് ഒരിക്കലും ചിന്തിക്കണില്ല ആരും. നല്ല ക്ലാസ് ആയിരുന്നു. നല്ല തിരിച്ചറിവുള്ളൊരു ക്ലാസ് ആയിരുന്നു. താങ്ക് യു ഷിബില മാം. ഷിബില മാം ഒരു അപ്കമിങ് ട്രെയിനറാണ്. ഇൻഷാല്ലാ നെക്സ്റ്റ് ബാച്ചിലൊക്കെ ജോയിൻ ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ഈഗർലി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്. അടുത്ത ബാച്ചിൽ കാണാൻ അതെ അതെ, ഇപ്രാവശ്യം ഞങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റിയില്ല. ഞങ്ങള് വേറെ കുറച്ച് കോഴ്സസ് ഒക്കെ ഉണ്ടായതുകൊണ്ട് അത് കംപ്ലീറ്റ് ആവട്ടെ എന്ന് വെയിറ്റ് ചെയ്തതാണ്. ഫെബ്രുവരി സ്റ്റാർട്ട് ചെയ്യുന്ന വിചാരിച്ചത്. ഇല്ല, നമ്മൾ ഇൻഷാല്ലാ. നെക്സ്റ്റ് സെറ്റ് ആക്കാം. നോമ്പെല്ലാം കഴിഞ്ഞിട്ട് ആണ് അടുത്ത ബാച്ച് വരുന്നുണ്ടാവുക. പിന്നെ ഇല്ലാസ്ക പറഞ്ഞ സമയത്താണ് ഞാനത് ഇങ്ങനെ ആലോചിച്ചത്. നമ്മൾ പലപ്പോഴും ഒരാൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക, അത് ചെയ്ത് കഴിഞ്ഞാൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുറ്റം കിട്ടുട്ടോ. പക്ഷെ ഇത് ചെയ്തില്ലേ കൂലി കിട്ടുമെന്ന് പറഞ്ഞു കൊടുക്കൂല. നിസ്കരിച്ച് കഴിഞ്ഞാൽ കൂലി കിട്ടുമെന്ന് നമ്മൾ മക്കളെടുത്തും ആരുടെ പറയില്ല. നമ്മൾ പറയും എന്താ, നിസ്കരിച്ചില്ലേ പഠിച്ചോണ്ട് തീക്കിട്ടോ. പ്രശ്നത്തിലേക്ക് മാത്രം നമ്മൾ കൊണ്ടെത്തിക്കുകയാണ്. എല്ലാ വിഷയങ്ങളിലും അങ്ങനെ ഉണ്ട് കേട്ടോ. ഇത് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അപ്പുറത്ത് ബെനിഫിറ്റ് ഉണ്ട്. അതിന് നമുക്ക് ഹൈലൈറ്റ് ചെയ്യാൻ മടിയാ. നമ്മൾ കുറ്റം കിട്ടും, അല്ലെങ്കിൽ കബറിലേക്ക് പാമ്പുകൾ വരും, തേളുകൾ വരും, കബറിലേക്ക് നല്ല മാലാകമാർ വരുന്നത് ചില പ്രവൃത്തികളുണ്ട്, അത് നമ്മൾ പറഞ്ഞു കൊടുക്കില്ല. ഒരാളെ മനസ്സറിഞ്ഞ് സഹായിച്ചു കഴിഞ്ഞാൽ പഠിച്ചവൻ്റെ അടുത്ത് കൂലി കിട്ടും. നമ്മൾ കരുണ കാണിച്ചാൽ നമുക്ക് പഠിച്ചവൻ കരുണ കാണിക്കും. അതൊന്നും നമുക്ക് ഓർക്കാനോ പറയാനോ വേണ്ട. തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പറയും പഠിച്ചവൻ തീക്കിട്ടോ. അപ്പോൾ ആ ഒരു പെർസ്പെക്റ്റീവ് മാറ്റാനും കുറെ കൂടെ നമ്മൾ ഓർമ്മപ്പെടുത്തുന്ന സെഷൻ ആയിരുന്നു. പക്ഷേ നെക്സ്റ്റ് ആരായിരുന്നു ഫീഡ്ബാക്ക് പറയാൻ വരുന്നത്? നമ്മളെ ഖാദർ സാർ ഉണ്ട്. ആരായിരുന്നു? ഖാദർ സാർ ഉണ്ട്, ഹസീന മാം ഉണ്ട്, റസീന മാം ഉണ്ട്. ആരായിരുന്നു? ഹലോ, എൻ്റെ പേര് സുനീറ എന്നാണ്. ഹായ് സുനീറ മാം, പറഞ്ഞോളൂ. എനിക്ക് കുറേ എല്ലാവരും പറഞ്ഞ പോലെ തന്നെ നല്ല ക്ലാസ് ആയിരുന്നു മാഷാ അല്ലാ. പിന്നെ അതിലൊരു എന്നെ കണക്ട് ചെയ്തതെന്ന് വെച്ചാൽ നമ്മൾ പൊതുവെ സന്തോഷം വരുമ്പോൾ അൽഹംദുലില്ലാ പറയും, ദുഃഖം വരുമ്പോൾ അസ്തഗ്ഫിറുല്ലാ പറയും. പക്ഷെ നേരെ തിരിച്ചാണ് വേണ്ടതെന്നുള്ളത് ഒരു ഇൻഫർമേഷൻ കൂടി സാറിൻ്റെ ക്ലാസ്സിൽ നിന്ന് കിട്ടി. മാം കണ്ടന്റ് ചെയ്തോളൂ, കേൾക്കുന്നുണ്ട്. അങ്ങനെ നമ്മളതായത് നമ്മൾ മനസ്സിലാക്കാത്ത കാര്യങ്ങൾ നമ്മളത് ചെറിയ ചെറിയ നിസ്സാര കാര്യങ്ങളാണെങ്കിൽ പോലും നമ്മളത് മനസ്സിലാക്കിയ രീതിയിലല്ല അത് വരുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിഞ്ഞു. എനിക്ക് കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട് അത് സംസാരിക്കുന്നത്. ഓക്കെ, താങ്ക് യു. ഓക്കെ, താങ്ക് യു സുനീറ മാം. സുനീറ മാം ഫസ്റ്റ് ടൈം ആണോ ജോയിൻ ചെയ്യുന്നത്? പേര് ഞാൻ ഓർക്കുന്നില്ല കേട്ടോ. അല്ല, ഞാനൊരു 4-5 ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ലാസ്റ്റ് ക്ലാസ്സിനുണ്ടായിരുന്നില്ല. ഓക്കെ. അല്ല, ഞാൻ പേര് സുനീറ കണ്ടപ്പോൾ ജസ്റ്റ് ഓർമ്മയിലില്ലായിരുന്നു, അതാണ് ചോദിച്ചത്. ഓക്കെ, താങ്ക് യു. ഇൻഷാല്ലാ അടുത്ത ശനിയാഴ്ച എനിക്ക് വരാൻ പറ്റട്ടെ. നെക്സ്റ്റ് ആരായിരുന്നു? റിസ്ലി മാം ഉണ്ട്, റിൻഷ മാം ഉണ്ട്, നസീറ മാം ഉണ്ട്, റുബ മാം ഉണ്ട്, മൊയ്തീൻകുട്ടി സാർ ഉണ്ട്, ഉമ്മുൽ ഹസൻ സാർ, സൂം യൂസർ, സൈഫുജർ. ഇവിടെ നമ്മൾ എങ്ങനെയാണ് കേട്ടോ, ഇവിടെ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ ഓരോരുത്തരും ഞാൻ കുറെ പുതിയ പേരായിപ്പോൾ പറയുന്നതാണ്. നമ്മളെല്ലാവരും നിങ്ങളെ കയ്യിൽ നിന്ന് പഠിക്കാറുണ്ട്. ഇവിടെ എന്തും പറയാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി എപ്പോഴും നമ്മൾ യൂണിറ്റ് ടോക്കിൽ അവൈലബിൾ ആക്കാറുണ്ട്. എന്നിട്ട് അവസാനത്തെ ആക്കുള്ള പറയാതും കൂടെ കഴിഞ്ഞിട്ടേ നമ്മൾ പോകാറുള്ളൂ. അപ്പം ആർക്കെങ്കിലും എന്തെങ്കിലും ആഡ് ചെയ്യാനുള്ളതോ ഇതിനോട് കണക്ട് ചെയ്ത പോയിന്റുകൾ പറയാനുണ്ടെങ്കിൽ അത് പറയാട്ടോ, കുഴപ്പമൊന്നുമില്ല. ആരെങ്കിലും വരുന്നുണ്ടായിരുന്നോ?
അല്ലെങ്കിൽ ഓഫീസർ എന്നാ കൺക്ലൂഡ് ചെയ്തോളൂ. ആരും ഇല്ലാന്ന് തോന്നുന്നു. മ്യൂട്ടായിരുന്നു. ഓക്കെ, ആ മ്യൂട്ടായിരുന്നു. ഓക്കെ, സോറി. എനിവേ, താങ്ക് യു ജസാക്കുള്ള ഖൈറൻ എല്ലാവർക്കും. പിന്നെ നമ്മൾ ഈ വിശ്വാസത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ ഈ ബ്ലൈൻഡ് ബിലീഫ്സിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താ വെച്ചാൽ നമ്മളെ കൺട്രോൾ ചെയ്യുന്നുള്ളതാണ്. നമ്മൾ ഈ ട്രൂത്ത് അറിഞ്ഞുകൊണ്ട് വിശ്വസിക്കുമ്പോൾ എന്താ സംഭവിക്കാന്ന് വെച്ചാൽ നമുക്ക് സ്ട്രെങ്തൻ, നമ്മൾ ഗ്രോ ചെയ്യുന്നുള്ളതാണ്. ചെറിയൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മളൊക്കെ ഫോൺ യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്. ഈ ഫോൺ യൂസ് ചെയ്യുമ്പം നമ്മൾ ഫോൺ ചാർജ് ചെയ്യുന്നത് നമ്മൾ എന്ത് ഒരറിവില്ലാതെ നമ്മളിങ്ങനെ എല്ലാവരും ചാർജ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഫോൺ ചാർജ് ചെയ്തിട്ടില്ലേ ഫോൺ എന്താ സംഭവിക്കും എന്ന് വിചാരിച്ച് നമ്മൾ ചാർജ് ചെയ്യുന്നത്. അങ്ങനെ ചാർജ് ചെയ്യുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒന്ന് നമ്മൾ ഫോൺ എന്താ സംഭവിക്കുന്നുള്ള ഫിയറിലാണ് നമ്മൾ ചാർജ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് എന്തില്ല, ഈ ഫോൺ എന്താണെന്നുള്ള അണ്ടർസ്റ്റാൻഡിങ്ങും ഇല്ല. സാധ്യത നമ്മൾ ചാർജ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഫോൺ യൂസ് ചെയ്യുമ്പോൾ എന്താ ഫോണിന്റെ ചാർജ് തീരും. ഇനി രണ്ടാമത് നമുക്ക് യൂസ് ചെയ്യണമെങ്കിൽ ചാർജ് ചെയ്യുന്ന ചാർജ് കയറ്റണം എന്നതിലുണ്ടാകുമ്പോൾ നമുക്ക് അവിടെ എന്ത് വരുന്നുണ്ട്? അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാകുന്നുണ്ട്, പിന്നെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാകുന്നുണ്ട്, പിന്നെ ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ടാകുന്നുണ്ട്. നമ്മൾ ആ ഫോണെ കുറിച്ച് നന്നായിട്ട് അറിയാൻ ശ്രമിക്കും, എത്ര സമയം ചാർജ് നിൽക്കും എന്നുള്ളത് അറിയാൻ ശ്രമിക്കും. അതേപോലെ നമ്മൾ അറിഞ്ഞുകൊണ്ട് വിശ്വസിക്കുമ്പോൾ നമ്മൾ റെസ്പോൺസിബിൾ ഉള്ള പേഴ്സൺ ആയിട്ട് മാറും. ജീവിതത്തിൽ നമുക്ക് നല്ല സൂക്ഷ്മത ഉണ്ടാവും. ഇപ്പോൾ മുമ്പ് പറഞ്ഞൊരു കാര്യമുണ്ട്, നമ്മൾ നിസ്കരിച്ചിൽ നരകത്ത് പോകുന്നുള്ളത്. നിസ്കരിച്ചിൽ നരകത്ത് പോകുന്ന പറയാ. ശരിക്കും എന്താണ് നിസ്കരിച്ചിൽ നരകത്ത് പോകുന്നുള്ളത്? വേറെ പോട്ടെ, എന്താ നിസ്കരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നിസ്കരിച്ചാൽ നമുക്ക് എന്താ കിട്ടുന്നത്? നിസ്കരിച്ചാൽ കിട്ടുന്നത് എന്തെന്നാ? നമുക്കൊരു മനസ്സമാധാനം കിട്ടും, നമുക്കൊരു ക്ലാരിറ്റി കിട്ടും, പിന്നെ അടുത്ത ഒരു കണക്ഷൻ കിട്ടും. ഈ സാധനം ആരും പറഞ്ഞു തരൂല. നിസ്കരിതാണ് സംഭവിക്കുന്നത്, നല്ലൊരു പീസ് കിട്ടും, പിന്നെ ഒരു ക്ലാരിറ്റി കിട്ടും, പിന്നെ ഒരു കണക്ഷൻ കിട്ടും. ഈ സംഗതികളാണ് നമുക്ക് നിസ്കരിച്ചാൽ ഉണ്ടാവുന്നത്. അതുകൊണ്ട് ഏത് കാര്യം കേട്ടോ, വിശ്വാസം മാത്രമല്ല, ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും അറിയാൻ വേണ്ടി ശ്രമിക്കുക. ഒറ്റയടിക്ക് വിശ്വസിക്കാതെ നമ്മളെ തന്നെ അറിയാൻ ശ്രമിച്ചാൽ നമുക്ക് നമ്മളെ കുറെ മൈന്യൂട്ടായ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും, നമുക്ക് നമ്മളെ വളർത്താൻ പറ്റും. നമ്മൾ അന്ധമായിട്ടാണ് വിശ്വസിച്ചിരിക്കുന്നത്, നമ്മൾ ഓർത്ത് നോക്കുക. പിന്നെ എനിക്ക് എൻ്റെ ലൈഫിൽ ഏറ്റവും ചേഞ്ച് ഉണ്ടായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഇങ്ങനെ ഒരു ഘട്ടത്തിൽ നമുക്ക് എല്ലാവർക്കും ഒരു ഘട്ടം ഉണ്ടാവുമല്ലോ. അപ്പൊ ഞാൻ ഫസ്റ്റ് എടുത്തൊരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ഈ സംസാരങ്ങളുണ്ടല്ലോ, ഇപ്പൊ ദിക്ർ എന്നൊക്കെ പറയുന്നത് വെറും ദിക്ർ ചെല്ലുന്നത് മാത്രമല്ല, നമ്മുടെ ഈ വായിലൂടെ ഒരു നെഗറ്റീവ് വാക്ക് വരാതിരിക്കാൻ നോക്കുക, മോശമായിട്ടുള്ള ഒരു വാക്ക് വരാതിരിക്കാൻ നോക്കുക. അത് പ്രത്യേകിച്ച് മറ്റുള്ളവരോട്. നമ്മളോട് പറഞ്ഞാലും കുഴപ്പമില്ല, മറ്റുള്ളവരോട് നമ്മൾ പറയുമ്പം നമ്മളുടെ എനർജി ഓട്ടോമാറ്റിക്കലി മാറാൻ തുടങ്ങും. പിന്നെ ഓട്ടോമാറ്റിക്കലി നമ്മളോട് തന്നെ നല്ല വാക്ക് പറഞ്ഞു തുടങ്ങും. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം, നമ്മൾ പുറത്തു കൊടുക്കുക എന്നുള്ളതാണ്. അത് അവരെ നല്ലതിന് വേണ്ടിയിട്ടല്ല, നമ്മൾ നല്ലതിന് വേണ്ടിയിട്ടാണ് ഈ പുറത്തു കൊടുക്കുക എന്ന് പറയുന്നത്. വലിയൊരു ഭാരം ഇവിടുന്ന് ഒഴിവാകും. പിന്നെ മൂന്നാമത്തെ കാര്യം, നന്ദി കാണിക്കുക എന്നുള്ളതാണ്. ഞാൻ ഇന്നലെ എനിക്ക് ചെറിയൊരു അനുഭവം ഉണ്ടായി. എന്തെന്ന് വെച്ചാൽ, ഞാൻ ഇന്നലെ ഉച്ചക്ക് ഇവിടെ ഒരു റെസ്റ്റോറൻറ്റിൽ നിന്ന് ഫുഡ് കഴിച്ചു, കുറച്ച് ടീംസിന്റെ കൂടെ. അവിടെയുള്ള ഒരു സുപ്പീരിയർ ആയിട്ടുള്ള ആളുകൂടെ ഭക്ഷണം കഴിച്ചിട്ട് അവർ ചെയ്യുന്ന പരിപാടി എന്ന് വെച്ചാൽ, നല്ല വിഭവങ്ങളുണ്ടത്, സലാഡ്സ് ഉണ്ട്, ഫിഷിന്റെ വിഭവമാണ്. അവർ ചെയ്യുന്ന പരിപാടി എന്താണെന്ന് വെച്ചാൽ, ഇത് കഴിച്ചിട്ട് അവർ അതിന്റെ ഓണറെ കുറ്റം പറയുന്നത്. അത് കഴിഞ്ഞാൽ രാത്രി നമ്മൾ ഇവിടെ എന്ത് ചെയ്യുന്ന വെച്ചാൽ, കുറച്ച് ഫുഡ് കളക്ട് ചെയ്തിട്ട് ഇവിടെ ബസ് സ്റ്റാൻഡിൽ ആളുകൾക്ക് കൊടുക്കുന്ന ഒരു പരിപാടി ഉണ്ട്, ഒരു 11 മണിക്ക് ചെന്നിട്ട്. അപ്പോൾ നമ്മളിങ്ങനെ ഭക്ഷണം കൊടുക്കുമ്പോൾ ഇവിടെ ചെന്നൈ കോയമ്പേട് ബസ് സ്റ്റാൻഡിൽ നിന്ന് ഒരാൾ ഭക്ഷണം വാങ്ങിയിട്ട് അദ്ദേഹം പറയാണ് എന്നോട്, മോനെ ഇനി ഭക്ഷണം തന്ന് നന്നായി, ഞാൻ വെള്ളം കുടിച്ച് ഉറങ്ങാൻ വേണ്ടി നോക്കിയായിരുന്നു, അപ്പാണ് ഇനി ഭക്ഷണം കൊണ്ടുവന്നെന്നുള്ളത്. നിങ്ങൾ നോക്കണം, രണ്ട് പെർസ്പെക്റ്റീവ്. ഒരു ദിവസം ഞാൻ കണ്ട രണ്ട് പെർസ്പെക്റ്റീവാണ്. ഒരാൾക്ക് നല്ലോണം എല്ലാവരും വിഭവങ്ങളും ഉണ്ടായിട്ട് അവർ കുറ്റം പറയുന്നത്, ഒരാൾക്ക് വിഭവങ്ങളില്ലാതെ ഒരു ഭക്ഷണം കിട്ടിയ നന്ദി പറയുന്നത്. അപ്പൊ നമ്മൾ എപ്പോഴും ഓർക്കുക, നമുക്ക് ഇപ്പം കയ്യിലുള്ള സംഗതികൾ വേറൊരാളുടെ ഇല്ലായ്മയാണെന്നുള്ള ഓർമ്മ നമുക്ക് എപ്പോഴും വേണം. ഓക്കെ, ഏതായാലും ഇൻഷാ അല്ലാഹ് കാണാം. എല്ലാവരും ഉൾപ്പെടുത്തുക. ഓക്കെ, അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. താങ്ക് യു. ലാസ്റ്റ് ഒരു അവിടുന്ന് എന്തൊക്കെയോ ഒന്ന് അവസാനം ഇട്ടെന്ന് ഇനി നിങ്ങൾ ഓർക്കിട്ടോ എന്ന് തന്നെ പോയ ഒരു ഫീൽ ആയിരുന്നു. താങ്ക് യു സോ മച്ച്. ഇനി ആരെങ്കിലും ഫീഡ്ബാക്കോ സജഷനോ കാര്യങ്ങളോ ആഡ് ചെയ്യാനുള്ളവരുണ്ടോ? നാളെ ഫസ്റ്റത്തെ ഓൺലൈൻ സെഷൻ അല്ലേ ഇത് പ്രൊഫസറെ? യെസ്, അതെ. ആദ്യം പറയാൻ വിട്ടു തരുന്നുണ്ട്, ഫസ്റ്റ് ക്ലാസ് ആണ് ഇതാള്. പക്ഷെ അതിന്റെ കാര്യങ്ങളും നമുക്ക് കാണാനില്ലായിരുന്നു, കുഴപ്പമില്ല. പക്ഷെ വേറെ ആരെങ്കിലും എന്തെങ്കിലും പറയാനുള്ള ഓരോ കാര്യങ്ങളും ഉണ്ടോ? സൈഫോ മാം, പറഞ്ഞോളൂ, ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്, പറഞ്ഞോളൂ, കുഴപ്പമില്ല. അൺമ്യൂട്ട് ചെയ്യാൻ പറ്റൂലേ? നീ കൈ തട്ടി ഹാൻഡ് റൈസ് ആയതാണോ? ഹലോ, അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം, പറഞ്ഞു. എനിക്കൊരു ക്വസ്റ്റ്യനാ ചോദിക്കാനുള്ളത്. നമ്മുടെ
ഇപ്പം മദ്രസയിലൊക്കെ നമ്മൾ ഈ വിശ്വാസത്തിനെ പറ്റി ഞാൻ പഠിച്ചു വരുന്ന ആളുകളാണ്. ഐ മീൻ കൂടുതലായിട്ടും ഒരു 7 ക്ലാസ് വരെയൊക്കെ എന്തായാലും കുറച്ച് മുന്നുള്ള ഇപ്പൊ 10ാം ക്ലാസ്സും +2 ഒക്കെ പഠിക്കുന്നത് ഞാനൊക്കെ പഠിക്കുന്നത് 7ാം ക്ലാസ് വരെ മാക്സിമം പോയിട്ടുള്ളൂ. അവിടെയൊക്കെ പറഞ്ഞു തരുന്നതും പക്ഷെ ഞാൻ ഒരിക്കലും വിശ്വാസത്തിനെ വിശ്വസിച്ചത് മദ്രസ പഠിച്ചിട്ടല്ല. മദ്രസയിൽ കുറെ ഞാൻ പഠിച്ചത് തോന്നുന്നു എന്തോ ഒരു കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഈമാൻ കാര്യം ഇസ്ലാം കാര്യമൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. അത് ഫുള്ളായിട്ട് എനിക്ക് കേറിയിട്ട് എന്തോന്ന് വെച്ചാൽ പഠിച്ചിട്ടുണ്ട്. ക്ലാസ്സിലൊക്കെ ഫസ്റ്റ് ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ ആ ഒരിക്കലും വിശ്വാസമായിട്ട് വന്നത് ഞാൻ കാലങ്ങൾ കഴിഞ്ഞതിന് ശേഷം സ്വയം പഠിച്ചതിന് ശേഷമാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു കാര്യം സംഭവിക്കുന്നത്? ഇപ്പൊ എന്റെ മക്കള് പഠിക്കുകയാണെങ്കിൽ പോലും അവരെ ഞാൻ ഫോഴ്സ് ചെയ്തിട്ടാണ് ഇപ്പൊ നിസ്കരിപ്പിക്കുന്നത്, അല്ലെങ്കിൽ നോമ്പ് നോക്കാൻ ഇഷ്ടമാണെങ്കിൽ പോലും എന്നാലും അതൊന്നും അവര് പൂർണ്ണമായിട്ട് ഓരോ ഡെപ്ത് ഹൃദയത്തിൽ നിന്ന് വരുന്ന ചില കാര്യങ്ങളല്ല. അത് ഇങ്ങനെ ആരൊക്കെയോ ചെയ്യുന്നുണ്ട്, അതിന്റെ ബാക്കി ചെയ്യുന്നു. അപ്പൊ എന്റെ കാര്യത്തിലാണെങ്കിൽ അന്ന് ഞാൻ നിസ്കരിച്ച് ഉമ്മമാര് പറയും, അപ്പൊ ഞാൻ ചിലപ്പോ ഞാൻ നിസ്കരിക്കാൻ തക്കും, ചിലപ്പോ ഞാൻ കള്ളത്തരം പറയും, ഒക്കെ ചെയ്തിട്ടുണ്ട്. എന്റെ മക്കളും ഇപ്പൊ അങ്ങനെ ചെയ്യുന്നുണ്ടാവും, ഇല്ലാന്നപ്പോ ഞാൻ പറയുന്നുണ്ടെങ്കിൽ പോലും അത് ചെയ്യും. എന്തുകൊണ്ടാണ് ആ വിശ്വാസത്തിനെ ഈ ചെറുപ്പത്തിലെ നമുക്ക് പൂർണ്ണമായിട്ട് മനസ്സിലേക്ക് എടുക്കാൻ പറ്റാത്തത്? എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ ഇപ്പൊ ഞാൻ പഠിച്ചപ്പോൾ അങ്ങനെ തന്നെയാണ് സംഭവിച്ചത്. പിന്നെ വിശ്വാസം എന്ന് പറയുന്ന ഒരു ഫോഴ്സ്ഫുള്ളി ആയിട്ടുള്ള ഒരു സംഗതിയല്ല. ഇപ്പൊ എനിക്ക് ഒരിക്കലും നിങ്ങളെ നന്നാക്കാൻ പറ്റത്തില്ല, ചുറ്റുവട്ടത്തുള്ള ആരെയും നന്നാക്കാൻ പറ്റത്തില്ല. എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താന്ന് വെച്ചാൽ എന്റെ പ്രവൃത്തി നന്നാക്കുക എന്നുള്ളതാണ്. എന്റെ പ്രവൃത്തി നന്നാക്കിയിട്ട് വേറെ ആളെ ഇൻഫ്ലുവൻസ് ചെയ്യുക എന്നുള്ളതാണ്. ഈ ഇൻഫ്ലുവൻസ് കണ്ടിട്ട് അവര് നന്നാവും. ഇപ്പോൾ എനിക്ക് എൻ്റെ അടുത്ത് കൗൺസിലിംഗ് കുറെ ഇങ്ങനെ മെന്ററിങ്ങിന് ആൾക്കാർ വരാറുണ്ട്. അപ്പൊ ഞാൻ ഒന്നും ചെയ്യാറില്ല. അവരോട് അവർ ചെയ്യുന്ന കാര്യം തെറ്റാന്നോ ശരിയാന്നോ ഒരിക്കലും നമുക്ക് ഒരാൾ ചെയ്യുന്ന തെറ്റാന്ന് പറയാനുള്ള അവകാശം ഇല്ലാന്നേ. അപ്പോൾ നമ്മൾ ചെയ്യുന്ന അതിന്റെ അർത്ഥം എന്താ? ഞാനിപ്പോ നിങ്ങൾ ചെയ്യുന്ന തെറ്റാന്ന് പറയുന്നുണ്ട്, ഞാൻ ചെയ്യുന്നത് ശരിയാന്ന് അർത്ഥം. അതിന് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റത്തില്ല. ഈ വിധിക്കുന്ന ആള് പഠിച്ചവനാണ്. ഇപ്പോ ഇവിടെ നമ്മുടെ കൂട്ടത്തിൽ വന്നിട്ട് ഇങ്ങനെ ചില ഡ്രഗ്സ് യൂസ് ചെയ്യുന്ന ആളുകളും പിന്നെ അതേപോലെ മയക്കുമരുന്ന് ഇത് വലിക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. ഇവരൊക്കെ വലി നിർത്തി. അപ്പോൾ ഒരാൾ എന്നോട് ചോദിച്ചേ, നിങ്ങൾ ഇതുവരെ എന്നോട് പറഞ്ഞിട്ടില്ല വലിക്കുന്നത് തെറ്റാണെന്നും അല്ലെങ്കിൽ അത് വലിക്കാൻ പാടില്ല എന്നുള്ളത്, പക്ഷെ ഞാൻ വലി നിർത്തിയിട്ടുണ്ട് എന്നുള്ളത്. ആളുകള് നമ്മൾ പറയുന്നതല്ല കേൾക്കുക, നിങ്ങൾ എന്താണ് ചെയ്യുന്നത് എന്നാണ് നോക്കുന്നത്. നിങ്ങളെ കുട്ടികളായാൽ പോലും നിങ്ങൾ എന്താണ് ചെയ്യുന്നത് എന്നാണ് നോക്കുന്നത്. അവർ നിങ്ങൾ ഒബ്സർവ് ചെയ്യുക ചെയ്യുന്നത്. ആ ഒബ്സർവേഷൻ ആണ് ഒരു ജീവിതത്തിൽ പകർത്തുന്നത്. നിങ്ങൾ മദ്രസ പറഞ്ഞാക്കേണ്ട ആവശ്യമൊന്നുമില്ല വിശ്വസിക്കാൻ. നമ്മുടെ വീട്ടിൽ തന്നെ മതി, എന്നാൽ തന്നെ കുട്ടികൾ നല്ല വിശ്വാസികളായിക്കോളും. എങ്ങനെ നമ്മുടെ പ്രവൃത്തി നന്നാവുന്നുണ്ടെങ്കിൽ നമ്മുടെ കുട്ടികൾ തീർച്ചയായും നല്ലൊരു വിശ്വാസമായിട്ട് മാറും. താങ്ക് യു. താങ്ക് യു. പിന്നെ ഒരു കാര്യം കൂടി എനിക്ക് തോന്നിയത്, നമ്മൾ ചെറിയ പ്രായത്തിൽ നമ്മൾ ഇത്രത്തോളം ബോധേഡ് അല്ലല്ലോ പഠിക്കുന്ന കാര്യങ്ങളെ പറ്റിയിട്ട്. ഇത് പറഞ്ഞ പോലെ ഉള്ളിലൊരു വിശ്വാസം സ്ട്രോങ് ആയി രൂപപ്പെട്ടതിന് ശേഷമല്ലല്ലോ പിന്നെ അതിനുശേഷം കാര്യങ്ങൾ അറിയുമ്പോൾ നമ്മളെ ഉള്ളിലേക്ക് ഒന്നും കൂടെ വേറെ പെർസ്പെക്റ്റീവിനുള്ളിലേക്ക് വരിക. അതോടുകൂടെ ഇങ്ങനൊരു കാര്യം വരും നമുക്ക് തോന്നുന്നു. ഇതൊരു പെർസ്പെക്റ്റീവ് മാത്രമാണ് കേട്ടോ, പല റീസൺസ് ഉണ്ടാവാം, ചാൻസ് ഉണ്ടെന്നുള്ള രീതി പറഞ്ഞുണ്ട്. നെക്സ്റ്റ് ആരെങ്കിലും ഉണ്ടോ? താങ്ക് യു സർ. നെക്സ്റ്റ് ആരെങ്കിലും ഉണ്ടായിരുന്നോ? സീന മാം, ഖാദർ സർ. ഫസ്റ്റ് ലുക്ക് ലെഫ്റ്റായി. ഫസ്റ്റ് ലുക്ക് ഡ്രൈവിംഗ് എന്ന് കയറിയിട്ടുണ്ടായിരുന്നു, അപ്പൊ എനിക്കൊന്ന് തിരക്കിലായി പോയി. ദിൽഷാദ് സർ, വേറെ ആരെങ്കിലും ഇല്ലെങ്കിൽ നമുക്ക് ഹലോ, ഹലോ. ടൈം കഴിഞ്ഞോ? ഇല്ല, പറഞ്ഞോളൂ, കുഴപ്പമില്ല. ഞാനും കുറച്ച് ലേറ്റ് ആയി പോയി കയറാന്. അപ്പൊ ഇതില് അൽഹംദുലില്ലാ ഇപ്പൊ ആള് പറഞ്ഞൊരു കമന്റ് ഇതില്ലേ, ഫീഡ്ബാക്ക് പറഞ്ഞില്ലേ, അതുപോലെ തന്നെ ഞാൻ ഞാൻ ചിന്തിക്കലുണ്ട്. പണ്ട് നോമ്പ് എടുത്തിട്ട് നോമ്പ് മുറിക്കുക ചെറുപ്പത്തിലൊക്കെ, അതുപോലെ നിസ്കരിച്ചിരിക്കുക പറഞ്ഞിട്ട് ഉമ്മാനോട് കള്ളം പറയാം, അങ്ങനെ പലതും. പക്ഷെ ഇപ്പൊ എനിക്ക് തന്നെ എന്നോട് തന്നെ ഒരു ഇത് തോന്നും. പക്ഷെ ഒരു പോയിന്റിൽ എത്തിയ സമയത്ത് പറഞ്ഞ പോലെ തന്നെ സ്വയം തന്നെ ഇപ്പം എല്ലാരും അങ്ങനെയാണെന്ന് തോന്നുന്നത്. നമ്മള് വലുതാവുന്നതിനനുസരിച്ച് നമ്മൾ ഓരോ കാര്യങ്ങൾ പഠിച്ച് നമ്മുടെ ലൈഫിൽ അപ്ലൈ ചെയ്ത് ഇപ്പൊ അൽഹംദുലില്ലാ ഇപ്പൊ ഇവര് പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് ഒരുപാട് കണക്ട് ചെയ്യും. ഇപ്പൊ നിസ്കാരത്തിലേക്ക് 5 നേരത്തെ ആ ഒരു നിസ്കാരം കറക്റ്റ് ആക്കുമ്പോഴത്തേക്ക് തന്നെ ഒരുപാട് മാറ്റങ്ങളാണ് നമ്മുടെ ലൈഫിലേക്ക് വരുന്നത്. ആ ഒരു സമാധാന സംഭവം. കാരണം ഞാനൊക്കെ ഒരു ടൈമില് മീൻസ് പുറത്ത് പോയി ജോലി ചെയ്യണം എന്നാലാണ് സമാധാനം കിട്ടും ചിന്തിച്ച ഒരാള് ഇപ്പൊ ആ ഒരു നിസ്കാരം 5 നേരത്തെ നിസ്കാരം കറക്റ്റ്, എന്ത് ടെൻഷനും സങ്കടം വരുന്ന സമയത്ത് ഒരു 2 റക്അത്ത് നിസ്കരിച്ച് ആ നിസ്കാരപ്പടത്തിൽ ഇരിക്കുന്ന സമയത്തുള്ള ഒരു സമാധാനം, അത് ഞാൻ കറക്റ്റ് മനസ്സിലാക്കിയ ഒരാളാണ്. അപ്പൊ അത് പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ ഞാൻ ചെയ്യുന്നത് കണ്ടിട്ട് ഞാൻ എന്റെ ഹസ്ബൻഡിനെ കുറെ ഫോഴ്സ് ചെയ്ത് മാറ്റാൻ നോക്കി. പല പല കാര്യങ്ങളും പറഞ്ഞു, നിങ്ങൾ അങ്ങനെ ചെയ്യല്ല ഇങ്ങനെ ചെയ്യും, പക്ഷെ ഒരു മാറ്റില്ല. പിന്നെ എനിക്ക് ഞാൻ എന്നെ തന്നെ വേണ്ട ഫോഴ്സ് ചെയ്യണ്ട. ഞാൻ മീൻസ് പഠിച്ചവനോട് ദ്വാ ചെയ്യും,
എന്റെ ഉള്ളിൽ ഈമാൻ തരാൻ, അതുപോലെ തന്നെ ഹസ്ബൻഡിന്റെ ഉള്ളിലും ആ ഒരു ഇത്, അങ്ങനത്തെ ഒരു ദാമ്പത്യം കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അപ്പൊ അൽഹംദുലില്ലാ ഇപ്പൊ ആള് ചില സമയത്ത് ഇങ്ങനെ ചില പരിപാടിക്കൊക്കെ പോകുന്ന സമയത്ത് തെറ്റ് സംഭവിക്കുന്നതാണെങ്കിൽ ആള് കൺട്രോൾ ചെയ്യുന്നുണ്ട്. എനിക്ക് ഭയങ്കര സന്തോഷം. ഇപ്പൊ അടുത്ത് എന്നോട് പറഞ്ഞ് ഞാൻ ഒരു ട്രിപ്പ് ഉണ്ട്, അപ്പൊ എന്നോട് പറഞ്ഞ് വേണ്ട ഞാൻ പോകുന്നില്ല, പോയാൽ എന്തായാലും പല തെറ്റിലേക്കും പോകും, അതുകൊണ്ട് വേണ്ട. അപ്പൊ അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ ഈ ഇൻഫ്ലുവൻസ്ഡ് ആന്ന് പറയുന്നത് കറക്റ്റ്. അപ്പൊ ഞാനും ഇങ്ങനെ വിചാരിക്കാം എന്റെ മോനെ ആ ഒരു രീതിയിലേക്ക് എനിക്ക് വളർത്തണം. അപ്പൊ നമ്മളിങ്ങനെ ഓനോട് ഇത് ചെയ്യ് അങ്ങനെ ചെയ്യുന്ന പറയുന്നതിന് പകരം നമ്മൾ നിസ്കരിക്കുന്ന കണ്ടിട്ടും നമ്മൾ ചെയ്യുന്ന നന്മകളെ കണ്ടിട്ടും ഒരു വളരുന്ന സമയത്ത് ആ ഒരു പാതയിലേക്ക് ഓല് വരുന്നുള്ളത് ഷുവറാണ്. പിന്നെ വേറെന്തോ പറയാൻ വിചാരിച്ചു. നല്ല ക്ലാസ് ആയിരുന്നു കേട്ടോ. ഞാൻ കുറച്ച് ബാക്കി എനിക്ക് റെക്കോർഡിങ്സ് കേൾക്കണം. ചെറിയൊരു പോയിന്റിൽ അന്ന് ജോയിൻ ചെയ്തത്, പോയിന്റ്സ് പറയുന്ന സമയത്ത് ഫസ്റ്റിലത്തെ ജോയിൻ ചെയ്യാൻ പറ്റിയില്ല. നല്ല ക്ലാസ് ആയിരുന്നു. എനിക്ക് കറക്റ്റ് ടൈമിൽ എനിക്ക് വേണ്ടതൊക്കെയാണ്. അതാണ് ഈ ഓരോരാഴ്ചയിലും നിങ്ങൾ ഓരോരുത്തരെ സെലക്ട് ചെയ്തിട്ടുണ്ടല്ലോ, അത് നമുക്ക് വേണ്ട കാര്യങ്ങൾ തന്നെയാണ്. ഇതാ ഞാൻ വിചാരിച്ചത്. നമ്മുടെ ഉള്ളിൽ ഒരു പോയിന്റിൽ എനിക്കും തോന്നി, ഞാൻ നിസ്കരിക്കുന്നുണ്ടല്ലോ, ആ ഒരു ചിന്ത ഉണ്ടല്ലോ. ഇപ്പൊ ഞാൻ എന്തെങ്കിലുമൊക്കെ ഒരാളെ പറ്റി മോശമായിട്ട് ചിന്തിക്കാൻ തുടങ്ങുമെന്ന് വിചാരിക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് ഞാൻ ബാക്ക് ആവുന്നുണ്ട്. കാരണം വേണ്ട, അങ്ങനെ ഞാൻ ചിന്തിക്കാൻ പാടില്ല അങ്ങനെ. ഞാനല്ല ഇത്, എന്റെ റബ്ബിന്റെ അടുത്താണെല്ലാം, ഞാനല്ല ഇത് ചെയ്യുന്നതെന്നുള്ള ആ ഒരു ഇതുണ്ടല്ലോ. ഇങ്ങനെ ഇപ്പൊ ഇങ്ങനെ എന്തോ ഹാദാമിൻ ഫളലി റബ്ബി എന്ന് പറയുന്നില്ലേ, അള്ളാന്റെ കൃപ കൊണ്ടാണ് എനിക്കിത് കിട്ടുന്നത്, അതുകൊണ്ടാണ് ഞാനിത് ചെയ്യുന്നത്. ആ ഒരു ഇത് ഞാൻ ഇങ്ങനെ എപ്പോഴും പറയും എന്ത് ചെയ്യുന്ന സമയത്തും. ചില ആൾക്കാർ എന്നോട് ഇങ്ങനെ എനിക്കിതൊക്കെ കിട്ടിയില്ല, ഇനി ഇത് ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ എന്റെ മൈൻഡിൽ ഞാൻ ഇങ്ങനെ പറയും എന്റെ റബ്ബിന്റെ കൃപ കൊണ്ടാണ് എനിക്കിത് കിട്ടിയെന്നുള്ളത്. അപ്പൊ അങ്ങനെ കുറെ കാര്യങ്ങൾ ഇനിയും നന്നാക്കാനുണ്ട്. അങ്ങനെയുള്ള ഉള്ളിനുള്ളിൽ തൊടുന്ന സമയത്ത് ഇനി എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് ഒന്ന് നോക്കാൻ പറ്റി ഈ ഒരു ക്ലാസ്സിൽ നിന്ന്. താങ്ക് യു സോ മച്ച്. അതായത് നമ്മൾ ഈ വോയിസ് ചെയ്യുമ്പോൾ ഉള്ള ഒരു കാര്യം, വോയിസിന്റെ ഒരു പ്രശ്നം എന്താന്ന് വെച്ചാലുണ്ടല്ലോ, ഒന്നാമത് ഇപ്പോ ഞാനിപ്പോ നിങ്ങളോടൊപ്പം പറയുകയാണെന്ത്, എല്ലാവർക്കും അവരവരെ ശരികളാണ് എല്ലാവരും ചെയ്യുന്നത്. ഇപ്പൊ ഒരു പുക വലിക്കുന്ന ആളുകള് ആരവരോട് പറഞ്ഞു കൊടുത്ത് ഇനി ഇങ്ങനെ വലിച്ചാൽ എനിക്ക് സുഖം ഉണ്ടാവും എന്നുള്ളത്, അപ്പൊ അവനിക്ക് കിട്ടിയൊരു അനുഭവമാണ് അത്, അപ്പൊ അവൻ ചെയ്യുന്നതാണ്. അപ്പൊ നമ്മൾ ഒരാളോട് പറയാണ് നീ ചെയ്യുന്നത് തെറ്റാണ്, ചെയ്യുന്നത് തെറ്റാന്ന് പറയുമ്പോൾ ഞാൻ ചെയ്യുന്നത് ശരിയാന്നുള്ള സാധനം ഉണ്ടാകും. മനുഷ്യന്റെ ഈഗോ വർക്കൗട്ട് ആവും. നമ്മൾ വോയിസ് ചെയ്യുമ്പോൾ ഓന്റെ ഈഗോ അവിടെ വർക്കൗട്ട് ആവും. അപ്പോൾ ഓൻ ഒരിക്കലും എന്താക്കല്ലോ ഓന്റെ ശരികളെ പിടിച്ചു നിർത്താനാണ് നോക്കുക. വോയിസ് ചെയ്യുമ്പോൾ തെറ്റ് ചെയ്യുന്ന കൂടേ ഉള്ളൂ, ഒരിക്കലും എന്താക്കില്ല കുറയില്ല. അതുകൊണ്ട് നമ്മൾ സൈലന്റ് ആയി നിൽക്കുക, നമ്മൾ നമ്മളെ കാര്യം ചെയ്യുക. അയാൾ നമ്മൾ ഒബ്സർവ് ചെയ്യുന്നുണ്ട്. എന്ത് ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ സിഗരറ്റ് വലിക്കുന്ന ആള് ശരീര സമാധാനത്തിന് വേണ്ടിയിട്ടാണ് വലിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇപ്പുറത്തെ വലിക്കാണ്ട് നിൽക്കുമ്പോൾ ആലോചിക്കും എന്തുകൊണ്ട് ഇവനിക്ക് വലിക്കാതെ സമാധാനം കിട്ടുന്നത്, എനിക്ക് വലിച്ചിട്ടാണല്ലോ കിട്ടുന്നത് എന്നുള്ളത്. അപ്പോൾ ഓൻ ഒരിക്കലും എന്താക്കും, ഒരു ടൈമിൽ ഓനെ സിഗരറ്റ് ഒഴിവാക്കും. താങ്ക് യു ഇർഫാന മാം, പ്രൊഫസർ. വേറെ ആരെങ്കിലും ഉണ്ടായിരുന്നോ എന്തെങ്കിലും ഡൗട്ട് ചോദിക്കാനുള്ളതോ? വലൈക്കും അസ്സലാം, നമ്മൾ ഹസീന മാം വന്നിട്ടുണ്ട്. ഞാനേ ഇന്നൊരു ക്ലാസ് എടുത്ത് കണ്ടില്ലേ, അപ്പൊ അത് കാരണം ഇവിടെ എല്ലാരും ഉണ്ട്. മുഴുവനായിട്ട് കേട്ടില്ല, എനിക്ക് കേൾക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഇൻഷാല്ലാ റെക്കോർഡിങ്സ് നോക്കാൻ. നമ്മളെ റൗഫ് ഒരാൾ ഇന്ന് ക്ലാസ് എടുക്കാൻ പോയിട്ടുണ്ടായിരുന്നു. ഹസീന മാം ഒരു ഓഫ്ലൈൻ സെഷൻ ഒക്കെ കണ്ടക്ട് ചെയ്തിരുന്നു. ഞാൻ വീഡിയോസ് കണ്ടിരുന്നു. കണ്ടു. താങ്ക് യു. ഉഷാറാവട്ടെ. വേറെ ആരെങ്കിലും ഉണ്ടായിരുന്നോ? ഇല്ലെങ്കിൽ നമുക്ക് എൻഡ് ചെയ്യായിരുന്നു സെഷന്. ഹലോ, ഹായ്, പറഞ്ഞോളൂ. ഞാൻ ഒന്നുകൂടി ചോദിക്കട്ടെ. ആ നമ്മള് ചോദിച്ചു. ഈ ഉം, നമ്മള് ഇപ്പോ വിശ്വാസത്തിന്റെ കാര്യത്തിൽ നമ്മൾ പല കാര്യങ്ങളും കോൺഷ്യസ്ലി നന്നാക്കാൻ നോക്കുന്നുണ്ട്, ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും, അവയർനെസ് ആയിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ചില സമയങ്ങളിൽ നമുക്ക് ഔട്ട് ഓഫ് കൺട്രോൾ ആയിട്ട് മാറുന്നുണ്ട്. ഐ മീൻ എനിക്ക് തോന്നുന്നത് മനുഷ്യ സഹജാണെന്ന് തോന്നുന്നു. അപ്പം എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? അതിൽ നിന്ന് നമുക്ക് ഒരു മാറ്റം വരാൻ എന്താ നമ്മൾ ചെയ്യേണ്ട കാര്യം? ആദ്യം നമ്മൾ മനുഷ്യനാന്ന് പറഞ്ഞാൽ അതിനാണ് അതിന്റെ മെയിൻ റീസൺ. നമ്മൾ ഒരിക്കലും നമ്മളെയും വോയിസ് ചെയ്യരുത്. നമ്മളെ ഈ വോയിസിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മുടെ ഉള്ളിലൊക്കെ ഒരു സാധനം കിടക്കുന്നുണ്ട്. ഇപ്പൊ ഈ പറയുന്ന ഞാനാണെങ്കിലും വലിയ നന്നായിട്ടൊന്നുമല്ല, നമ്മളും ഇങ്ങനെ ഘട്ടമാണ്. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് എന്തെന്ന് വെച്ചാല് നമ്മൾ വാക്കുകൾ മാത്രം നന്നാക്കുക, എല്ലാം നന്നാക്കാൻ ശ്രമിക്കരുത്. നമ്മൾ ആദ്യം നമ്മുടെ വാക്കുകൾ മാത്രം നന്നാക്കുക. എനിക്ക് മാറ്റം ഉണ്ടായത് അങ്ങനെയാണ്. വാക്കുകൾ മാറുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ചുറ്റുപാടൊക്കെ മാറാൻ തുടങ്ങും. ഓട്ടോമാറ്റിക്കലി അങ്ങ് സംഭവിക്കാതെ നമ്മളെ മനസ്സിൽ ചിന്ത മാത്രം കൊടുത്താൽ മതി. ഓരോ നിമിഷവും നമ്മൾ ചിന്ത കൊടുക്കുക, ഞാൻ ചെയ്യുന്നത് നല്ലതാവണം എന്നുള്ള ചിന്ത മാത്രം കൊടുക്കുക. നിങ്ങൾ എന്തായാലും നല്ലതാ തിരഞ്ഞെടുക്കുക. വോയിസ് ചെയ്യുമ്പോൾ എന്താന്ന് വെച്ചാൽ ഞാൻ മോശം ചിന്ത ഉള്ളിൽ ഉണ്ടാവുന്നുണ്ട്, മോശമായിട്ട് നന്നാവുക എന്നുള്ളത്. അതിന് പകരം ഞാൻ നല്ലത് മാത്രം ചെയ്യാന്നുള്ള സാധനം ഉണ്ടായാൽ മതി. നമ്മൾ എന്തായാലും നല്ലത് മാത്രം തിരഞ്ഞെടുക്കും.
Yeah, of course. Okay, thank you. ഹലോ അസ്സലാമലൈക്കും. കട്ടായി പോയി, ഫോൺ ചാർജ് തീർന്നു മിസ്ന. ആ ഓക്കെ ഓക്കെ ഞാൻ ഇപ്പൊ എന്റെ ഫോണിൽ നിന്ന് കയറി. ഇവിടെ ഗസ്റ്റ് ഉണ്ടായിരുന്നോണ്ട് ഞാൻ കേട്ടിട്ടില്ല. ഞാൻ ഇൻഷാ അല്ലാ കേൾക്കും. റൌഫിന്റെ ക്ലാസ് കേൾക്കണമല്ലോ. ഇൻഷാ അല്ലാ. ഒരുമിച്ച് പഠിച്ച ആൾക്കാരാവും ഇവര്. ആ ഇത് നമ്മളെ ആ സ്റ്റുഡന്റ് ആണ് കേട്ടോ, ഒരു ഹസീന മാമും. ഞാൻ അല്ലാത്തവർക്ക് അറിവില്ലല്ലോ അത്. ഇൻഷാ അല്ലാ ഞാൻ എടുക്കാം ഒരു ദിവസം. ഇൻഷാ അല്ലാ നമുക്ക് നോക്കാം. ഞാൻ ഇൻഫോം ചെയ്യാം. എന്നാലും വേറെ ആരെങ്കിലും ഉണ്ടായിരുന്നു? അവിടെ കുറെ പുതിയ പേരുകളുണ്ട്. പേടിച്ചിട്ടോ മടിച്ചിട്ടോ ആരെങ്കിലും ഒക്കെ മാറി ഇരിക്കുന്നുണ്ടെങ്കിൽ വരാം കേട്ടോ. നമ്മൾ എപ്പോഴും പറയുന്നതാണ് സംസാരിച്ചിട്ടാണ് സംസാരിക്കാൻ പഠിക്കുക എന്നല്ലേ. നിങ്ങളെ ഫിയറിനെ ബ്രേക്ക് ചെയ്തിട്ട് ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. കാരണം നമ്മളൊക്കെ ഒരു കുറ്റബോധം ഉണ്ടാവും പലപ്പോഴും. ഞാനും ഉണ്ടായിരുന്നു കുറച്ചു കാലം വരെ. നമ്മളെ ഉള്ളിലുണ്ടാവും ചോദിക്കാൻ മതിയായിരുന്നു, അല്ലെങ്കിൽ പറയരുത് എനിക്ക് മ്യൂട്ടാക്കിയിട്ട് അൺമ്യൂട്ട് ചെയ്തിട്ട്. പക്ഷെ പറയൂലേ, എന്തോ ഒന്ന് പിറകോട്ട് വലിപ്പിക്കും. അപ്പൊ ആ ഒരു പിറകോട്ട് വലിപ്പിക്കുന്ന ഒരു കാര്യത്തിന് നമ്മൾ ഒരു പ്രാവശ്യം മാറ്റി വെച്ച് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് അതിലുള്ള ബ്ലോക്ക് കുറഞ്ഞു കിട്ടും. ആ ഒരു ഇത്രയും ഒരു 100% നിങ്ങൾക്ക്, സോറി 80% പേടിയായിരുന്നെങ്കിൽ 60ലേക്ക് അത് ചുരുങ്ങും. പിന്നെ 40ലേക്ക് ചുരുങ്ങും. അങ്ങനെ പതിയെ പതിയെ പ്രോസസ് ആയിട്ടാണ് സംസാരിക്കാനുള്ള കാര്യം നടക്കാന്നില്ല. പേടിയില്ലാണ്ട് സംസാരിക്കുക എന്നുള്ള. ഞാൻ ജസ്റ്റ് ഇനി ആരെങ്കിലും അങ്ങനെ ഒരു തോട്ടിൽ മാറി നിൽക്കുന്നവരുണ്ടെങ്കിൽ ഒഴിവാക്കിക്കോളൂ എന്ന് പറയാനാണ് കേട്ടോ. ഇവിടെ എന്തും ഹലോ ഹലോ, ആരായിരുന്നു? റജീന മാം പറഞ്ഞോളൂ. അപ്പൊ ഞാൻ മാം ചോദിക്കുന്നതെന്ന് വെച്ചാല് നമ്മളിങ്ങനെ പറയില്ലേ, എന്ത് പറയും ചോദിക്കാൻ പറ്റുമെന്നറിയില്ല, ഞാൻ ചോദിക്കുകയാണെ. നമ്മള് ഒരു ഇസ്ലാമികമായിട്ട് പല ആൾക്കാരും പല രീതിയിലാണ് സംസാരിക്കുന്നത്. അപ്പൊ നമ്മളിങ്ങനെ കേൾക്കുന്നുണ്ട്, സ്ത്രീകള് സംസാരിക്കുന്നത് പുറത്ത് കേൾക്കാൻ പാടില്ല, ജോലി ചെയ്യാൻ പറ്റില്ല, അങ്ങനെ പറയുന്നത്. പക്ഷെ ശരിക്കും അതിന്റെ എന്താ പറയാ, അതിനെ പറ്റിയിട്ട് എന്തെങ്കിലും ശരിക്കും പറഞ്ഞു തരാൻ പറ്റുമോ? നമ്മളിപ്പോ ഒരു കാര്യം ചെയ്യുന്നെങ്കിൽ, നമുക്ക് എന്തെങ്കിലും ജോലി ചെയ്യണമെങ്കിൽ നമ്മൾ ചെയ്യാൻ പോകുന്നുണ്ട്. പക്ഷെങ്കിൽ ഒരു ഭാഗത്ത് നിന്ന് പറയും സ്ത്രീകള് സംസാരിക്കാൻ പാടില്ല, മുമ്പിൽ വരാൻ പാടില്ല, പിന്നെ എന്താ പറയാ, അവർക്ക് പിന്നെ എഴുത്ത് മാത്രമാണ് നല്ലത്. നമ്മളിപ്പോ വീഡിയോ ചെയ്യുന്ന വിചാരിച്ചോട്ടെ, അവർക്ക് വീഡിയോ ചെയ്യണമെങ്കിൽ നമുക്ക് എഴുതിയിട്ടിടാ, അങ്ങനെല്ലാം പറയുന്നത്. ശരിക്കും അതിന്റെ ഇതൊന്ന് പറഞ്ഞു തരാൻ പറ്റുമോ? പിന്നെ ചെറിയൊരു കാര്യം പറയുകയാണെങ്കിൽ, ഇപ്പം അതുമായിട്ട് പറയാം. നാളെ നമ്മള് മഹ്ശറിൽ നിൽക്കുന്ന സമയത്തുണ്ടല്ലോ, ഞാൻ പറയുന്നൊരു കാര്യമുണ്ട്. നമ്മുടെ വാപ്പ പോലും നമ്മൾ തിരിച്ചറിയില്ല എന്നുള്ളതാണ്. കാര്യം എന്ന് വെച്ചാൽ, ഞാൻ ഈ ഭൂമിയിൽ ഒറ്റക്കാണ് വന്നത്. എന്നോട് ഞാൻ ചെയ്ത കാര്യങ്ങളാണ് ചോദിക്കുക. അപ്പോൾ നിങ്ങൾ ഈ ഭൂമിയിൽ ഒരാളായിട്ടാണ് വന്നത്, നിങ്ങളോട് നിങ്ങൾ ചെയ്ത കാര്യങ്ങളാണ് ചോദിക്കുക. അപ്പോൾ നാളെ നമ്മുടെ ഭർത്താവ് പോലും നമ്മൾ തിരിച്ചറിയില്ല. ഈ ആളുകൾ പറയുന്നൊക്കെ അവരുടെ പെർസ്പെക്റ്റീവാണ് പറയുന്നത്. നമ്മൾ എന്താണ് ജീവിക്കേണ്ടത് എന്നുള്ളത് നമ്മൾ നമ്മളോടാണ് ചോദിക്കേണ്ടത്. ഇപ്പോൾ ആളുകൾ പറഞ്ഞു പോകും, നമുക്ക് തിന്നാൻ വയറ് നടക്കണമെങ്കിൽ നമ്മൾ തന്നെ അതാക്കണ്ടേ. വേറെ നമുക്ക് തിന്നാൻ തരൂലല്ലോ. ഇല്ല. നമ്മൾ നമ്മളെ കാര്യം നോക്കണ്ടോ, വേറെ കാര്യം നോക്കേണ്ട ആവശ്യമില്ല. അപ്പൊ നാളെ നിങ്ങളോട് ചോദ്യം ചെയ്യാൻ നിങ്ങൾ എന്ത് ചെയ്തു എന്നുള്ളതാ. അപ്പൊ നിങ്ങൾ പറയാ, ഞാൻ അയാൾ പറഞ്ഞ കേട്ട് അവിടെ കുത്തിരിഞ്ഞ് ചോദിക്കും. അപ്പൊ എന്തിനാ കേട്ടെന്ന് ചോദിക്കും. നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടില്ല, ഞാൻ പറഞ്ഞ കേട്ടാ പോലും ചോദിക്കും പഠിച്ചോനെ. ഇപ്പൊ ഈ പറഞ്ഞാക്ക് ക്ലിയർ ആയോ? എന്താണ്? മനസ്സിലായി. ഓക്കെ ഓക്കെ റജീന മാം, റോസ് താങ്ക് യു. വേറെ ആരെങ്കിലും ഉണ്ടായിരുന്നോ? അല്ലെങ്കിൽ നമുക്ക് എൻഡ് ചെയ്യാം കേട്ടോ സെഷന്. താങ്ക് യു. എപ്പോഴും പിന്നെ നമ്മളെ ഇന്റൻഷൻ ചെക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. എന്ത് കാര്യം ചെയ്യുന്ന സമയത്തും ഞാൻ ചെയ്യുന്നതിന്റെ പിറകില് എനിക്ക് നല്ല ഉദ്ദേശമാണുള്ളത്, നല്ല ലക്ഷ്യമാണുള്ളത്. ഞാൻ കുറെ ആളുകൾ തിരിച്ചറിയുന്നത്, അല്ലെങ്കിൽ ഞാൻ ജോലി ചെയ്യുന്നത് ആരെങ്കിലും കാണിക്കാനാണോ, അല്ലെങ്കിൽ അതൊന്നും ഞാനൊരു വരുമാനം ഉണ്ടാക്കിയിട്ട് എനിക്കത് എന്തിലേക്കാണ് സ്പെൻഡ് ചെയ്യാനുള്ളത്, അങ്ങനെയുള്ള ഔട്ട്കമുകൾ നമ്മൾ ചിന്തിച്ചും കൂടെ ഒരു കാര്യം ചെയ്യുന്ന സമയത്ത്, നേരത്തെ സെറോപ്സർ ക്ലാസ്സിൽ പറഞ്ഞല്ലോ പഠിച്ചുകൊണ്ട് പ്രയോറിറ്റൈസ് ചെയ്യാന്നുള്ളത്, അതും കൂടെ ചെയ്യുന്നു. മിസ്സിനക്ക് പല്ലവേദനയല്ല, ശബ്ദം അടച്ചതാണ്. അപ്പൊ ഞാൻ മറ്റേ ഒരു ഗ്യാസ് മിഠായി ഉണ്ടല്ലോ, അത് കഴിച്ചിരുന്നു സൗണ്ട് റെഡി ആവാൻ വേണ്ടിയിട്ട്. അതാണ് അത് വന്നത് കേട്ടോ. പല്ലവേദന ഒന്നുമില്ല, ശബ്ദം അടച്ചു പോയതാണ് കുറെ സംസാരിച്ചോണ്ടെന്ന് തോന്നുന്നത്. കുഴപ്പമില്ല, ഇൻഷാല്ലാ ശരിയാവും. ഞാനൊന്ന് പറയട്ടെ. ഇപ്പൊ ചോദിച്ച ആളിന് ഈ ആലിമ്രാനിലെ അവസാനത്തെ ഒരു ആയത്തുണ്ട്,
ഫസ്തജാബലഹും റബ്ബുഹും അന്നീലാവുകയോ അമലൻ എന്ന് പറഞ്ഞിട്ട് സ്ത്രീ ചെയ്താലും പുരുഷൻ ചെയ്താലും ഇപ്പൊ റൌഫ് പറഞ്ഞതുപോലെ അവരവർക്കുള്ളത് അവരവര് തന്നെയാണ് ഉത്തരം പറയേണ്ടത്. ആ ഖുർആന്റെ അർത്ഥം പഠിക്കുമ്പോ കൃത്യമാവും. മറ്റുള്ളവർ പറയുന്നതൊന്നും നമ്മൾ കേൾക്കേണ്ട കാര്യമില്ലല്ലോ. നമുക്ക് ഖുർആനും ഹദീസും നമ്മുടെ മുമ്പിലുള്ളപ്പോ അതിൽ നിന്ന് തന്നെ നമുക്ക് പഠിക്കാൻ പറ്റും. സ്ത്രീക്കും പുരുഷനും ഒക്കെ ഒരേ രീതിയിൽ ചെയ്യുന്ന ഇതിന് കൂലിയുണ്ട് എന്ത് ചെയ്താലും. പിന്നെ ഇപ്പൊ മിസ്ന പറഞ്ഞതുപോലെ ഇപ്പൊ ഷഹീദായവരും സ്വർഗത്തിൽ പോകുന്ന നമുക്ക് പറയാൻ അവകാശമില്ല. അത് അള്ളാഹുവിന്റെ കാരുണ്യം കിട്ടിയാലും മാത്രമേ ഉള്ളൂ. അപ്പൊ ആളുകളെ കാണിക്കാൻ വേണ്ടിയാണ് ഷഹീദായാൽ പോലും സ്വർഗത്തിൽ പോവില്ല. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് ഖുർആന്റെ അർത്ഥം പഠിച്ചു കഴിയുമ്പോൾ അത് നമുക്ക് ക്ലിയർ ആവും. ഇങ്ങനെ ആരെങ്കിലും പറയുന്ന കേട്ട് കേട്ടിരുന്ന് നമ്മുടെ ആയുസ് തീർന്നുകൊണ്ടേയിരിക്കും. പക്ഷെ അതിന് പകരം നമ്മൾ ആ ഖുർആൻ മുഴുവനായി ഒന്ന് പഠിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാല് കൃത്യമായിട്ട് നമുക്ക് അതിനുള്ള മറുപടികൾ ലഭിക്കും. പക്ഷെ സാറേ, പിന്നെ നമ്മള് സ്ത്രീകളുടെ ശബ്ദം പോലും ഔറത്താണെന്ന് പറയുന്നില്ലേ? ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ നമുക്കത് എന്താണ് ഇത് അതിന്റെ നമ്മള് പറഞ്ഞല്ലോ എന്തെന്ന് വെച്ചാല്, നമ്മളിപ്പോ ചരിത്രം നോക്കുകയാണെങ്കിൽ പല സ്ത്രീകളുണ്ട്. ഇപ്പോ ഹദീജ ബീവിനെ തന്നെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കല്യാണം കഴിക്കുന്ന അത് ഹദീജ ബീവിന്റെ എന്താണ് കഴിവ് കണ്ടിട്ടാണ്, കച്ചവടത്തിലുള്ള. പക്ഷെ നമ്മൾ എപ്പോഴും ഓർക്കേണ്ട കാര്യം എന്ത് കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഒറ്റക്കാണ്. നമ്മള് എന്തെന്ന് വെച്ചാൽ നമ്മൾ ഒറ്റക്കാന്നുള്ള കാര്യം നമ്മളെ ചുറ്റുവട്ടത്തുള്ള ആളുകളൊക്കെ ഉണ്ടാവും. ഇവരൊന്നും നമ്മൾ കൂടെ ഉണ്ടാവുന്നേ ഉള്ളൂ. നിങ്ങളെ യഥാർത്ഥ പ്രശ്നം എന്താണെന്ന് നിങ്ങൾക്കാണ് മനസ്സിലാവുക, വേറൊരാൾക്കും മനസ്സിലാവില്ല. അവർക്കിങ്ങനെ മുന്നിൽ നിന്ന് അവർക്കിങ്ങനെ നോക്കി നിൽക്കും. ഒരു പ്രശ്നം വരുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക നമ്മളെ കൂടെ ആരുണ്ട് എന്നുള്ള. ആരുമില്ല, നമ്മൾ ഒറ്റക്കാണ്. നമ്മൾ പ്രതീക്ഷ ഈ അടുത്ത് എൻ്റെ അടുത്ത് ആള് വന്നിട്ട് സംസാരിച്ചിരുന്നു. പുള്ളിക്കാരൻ ചെറുപ്പം മുതൽ കുടുംബത്തിനൊക്കെ ഭയങ്കരമായിട്ട് എല്ലാ കാര്യവും ചെയ്ത് ഇപ്പൊ ലാസ്റ്റ് പറയാ എന്നാരും തിരിഞ്ഞു നോക്കുന്നില്ല എന്നുള്ളത്. അതെന്താന്ന് വെച്ചാല് പുള്ളിക്കാരൻ പ്രശ്നം വന്നപ്പം ആരും എന്നെ സഹായിച്ചില്ല എന്നാ പറയുന്നത്. ആർക്കും സഹായിക്കാൻ കഴിയില്ലെന്നേ. മറ്റുള്ളവർക്ക് അറിഞ്ഞൂടെ നമ്മുടെ ഉള്ളിലത്തെ പ്രശ്നം എന്താന്നുള്ളത് നമുക്ക് മാത്രം അറിയാം. ഈ കാര്യം ലൈഫിൽ എപ്പോഴും ഓർക്കുക, നമ്മൾ ഒറ്റക്കാണെന്നുള്ള കാര്യം ഓർക്കുക. പിന്നെ നമ്മളെ സ്ട്രെങ്ത്തും അറിയാം. അല്ലാതെ ബാക്കിയുള്ള ആളുകൾ പുറത്തുനിന്ന് പല ആളുകൾ പലതും പറയും. ഇപ്പോൾ എന്നോട് തന്നെ എന്താണ് ഞാൻ പല രീതിയിൽ സംസാരിച്ച ആളുകളുണ്ട്. അത് ഞാനിപ്പം ഇവിടെ പറയണ്ട. നമ്മളെ എന്താണ് മിസ്മോട്ടീവ് നമ്മളെ തളർത്താൻ വേണ്ടി കുറെ ആളുകൾ. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്ക് ലൈഫിൽ 3 തരം ആൾക്കാരുണ്ടാവും. ഒന്ന് നമ്മളെ വളർത്തുന്ന ആൾക്കാരുണ്ടാവും, നമ്മളെ തളർത്തുന്ന ആൾക്കാരുണ്ടാവും, നമ്മളെ യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. ഈ നമ്മളെ ചുറ്റുവട്ടത്തിൽ ഏത് ആൾക്കാരുള്ളത് നോക്കുക. നമ്മളെ വളർത്തുന്ന ആൾക്കാരെ നമ്മൾ വളരും, നമ്മളെ തളർത്തുന്ന ആൾക്കാരാണ് ഇങ്ങനത്തെ പലതും പറഞ്ഞുകൊണ്ടിരിക്കും. നമ്മളെ യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നമ്മളെ വീക്ക്നെസ് കണ്ട് അവരിങ്ങനെ യൂസ് ചെയ്തുകൊണ്ടിരിക്കും. നമ്മൾ എവിടെ നിൽക്കണം എന്നുള്ളത് നമ്മൾ തീരുമാനിക്കുക. നമ്മളൊരു കാര്യം തീരുമാനം എടുക്കുമ്പോൾ നമുക്ക് ചുറ്റുവട്ടത്ത് പല ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. നമ്മൾ എടുക്കുമ്പോൾ അത് തീർച്ചയായും ഉണ്ടാവും. പക്ഷെ അതും കൂടെ ഉൾക്കൊള്ളാൻ റെസ്പോൺസിബിലിറ്റി നമുക്ക് ഉണ്ടാവണം. എന്നാൽ മാത്രമാണ് നമുക്ക് ജീവിക്കാൻ കഴിയുക. ഇപ്പൊ ഈ പറയുന്ന ആളുകളൊക്കെ പലതും ഇവിടുന്ന് ഇങ്ങനെ ഓരോരുത്തർ എന്താക്കുന്ന വെച്ചാൽ ഇങ്ങനെ മയക്കും കെട്ടി വിളിച്ചു പറയും. ഈ പറയുന്ന ആളുകളൊക്കെ പറയാൻ നല്ല സുഖമാണ്, കേൾക്കാൻ ആളുള്ളത് കൊണ്ടാണ് പറയുന്നത്. അവരത് പറയുന്നത് എന്തിനാ? കാശിന് വേണ്ടിയിട്ട്, വേറൊന്നുമല്ല. അവർക്ക് നല്ല വില കിട്ടിയിട്ടല്ല കേൾക്കാനുള്ളത് പറഞ്ഞു പോകുന്നതാണ്. അപ്പൊ എല്ലാം കേട്ട് നിന്നിട്ടുണ്ടെങ്കിൽ എന്ത് കേൾക്കണം എന്തെടുക്കണം എന്നുള്ള ഒരറിവ് നമുക്കുണ്ടാവണം. ഓക്കെ. ഓക്കെ, താങ്ക് യു. ക്ലിയർ ആയിട്ടുണ്ടാവും അല്ലേ? പറഞ്ഞാൽ ക്ലിയർ ആയിട്ടുണ്ടോ? അതായത് ഒന്നുകൂടെ പറയാം, പഠിച്ചവനെ അറിയുന്നതിൽ ഏറ്റവും വലിയ കാര്യം എന്താ വെച്ചാൽ നമ്മൾ അറിയാന്നുള്ളതാണ്. നമ്മൾ ആരാന്ന് നമ്മൾ അറിയുമ്പോൾ നമുക്ക് നമ്മുടെ സ്ട്രെങ്ത് മനസ്സിലാവും, നമ്മളെ വീക്ക്നെസ് എവിടെയാന്ന് മനസ്സിലാവും. അതിന് വേണ്ട നമ്മളൊന്ന് സൈലന്റ് ഇരുന്നാൽ മതി. പിന്നെ നമ്മുടെ ഫിയർ എന്താന്ന് മനസ്സിലാവും. അപ്പൊ ഇതിലൊക്കെ നമ്മൾ ഇങ്ങനെ തരണം ചെയ്ത് നമ്മൾ മെല്ലെ മെല്ലെ കയറി വരും. അപ്പൊ നമുക്ക് മനസ്സിലാവും നമ്മൾ ആരെ ചൂസ് ചെയ്യണം, ആരെ ചൂസ് ചെയ്യരുത്, എന്ത് കേൾക്കണം എന്ത് കേൾക്കരുത് എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. ആരും പറയും നമ്മൾ കേൾക്കേണ്ട ആവശ്യമില്ല. എല്ലാവരും പറയുന്നത് കേൾക്കാനുള്ള ആൾക്കാരല്ല. നമുക്ക് കേൾക്കാനുള്ള ഒരാളോട് മാത്രമാണ്. അതാരാണ്? മുകളിലുള്ള ആള് പറയുന്നത് മാത്രമേ കേൾക്കേണ്ടത്. അയാൾ എന്താണോ പറഞ്ഞത് എന്ത് ജീവിക്കുക. അതേപോലെ എല്ലാവരും ചെയ്യുന്നത്, നമ്മൾ അതേപോലെ ചെയ്യേണ്ടത്. നമ്മൾ ഒരിക്കലും ഒരു ആളുകൾക്ക് അടിമാവാൻ പാടില്ല. ഈ ഭൂമിയിലകത്ത് എല്ലാവരും ഒരേ മാതിരിയാന്നുള്ള ചിന്ത നമുക്ക് എപ്പോഴും വേണം. ഞാനായാലും നിങ്ങളായാലും ഇപ്പൊ മിസ്സിനായാലും ഒക്കെ ഒരേ മാതിരിയാണ്. മിസ്സിനെയും ഞാനൊക്കെ കേൾക്കേണ്ടത് ആര് പറയുന്നതാ? മുകളിലുള്ള ആള് പറയുന്നത്. നമ്മളെ പല ആളുകൾ അടിച്ചമർത്താൻ നോക്കും, അതിന് നമ്മൾ നിന്ന് കൊടുക്കരുത്.
താങ്ക് യു. ക്ലിയർ ആയിട്ടുണ്ടാവുമല്ലോ അല്ലേ? വേറെ എന്തെങ്കിലും ഡൗട്ട് ഇല്ലെങ്കിൽ നമ്മൾ വല്ല വൈൻഡപ്പ് ചെയ്താലോ? ഏകദേശം മുതേക്കാലായല്ലോ. അപ്പോൾ വേറെ ആരെങ്കിലും ഉണ്ടോ ചോദിക്കാനോ എന്തെങ്കിലും പറയാനായിട്ട്? ഇല്ല തോന്നുന്നു അല്ലേ? താങ്ക് യു സോ മച്ച്. അപ്പോൾ ഉള്ളവരൊക്കെ അടുത്ത ആഴ്ചയും ജോയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. നമ്മൾ വേറെ ടോപ്പിക്കുമായിട്ട് നിങ്ങളെ ഒന്നും കൂടെ ഓർമ്മപ്പെടുത്താനും നമുക്ക് കുറേ കാര്യങ്ങൾ പഠിക്കാനൊക്കെ ആയിട്ട് വരും ഇൻഷാ അല്ലാ. അപ്പോൾ അടുത്ത ശനിയാഴ്ച എല്ലാവരും താങ്ക് യു. ലിഫ്റ്റ് ചെയ്തോളൂ കേട്ടോ.